പുരുഷന്മാരുടെ കൈകളിണങ്ങിയിടട്ടെ, മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൻപുകൾ വിടരട്ടെ, മനസ്സു നന്നാവട്ടെ. അടുത്തതായിട്ട് ഔദ്യോഗികമായ സ്വാഗതം പറയുന്നതിന് വേണ്ടിയിട്ട് ഋതികയെ ക്ഷണിക്കുന്നു. മനസ്സ് നന്നാവട്ടെ. ആദ്യം തന്നെ ഇൻജസ്റ്റിസ് എനിവേർ ഈസ് എ ത്രെറ്റ് ടു ജസ്റ്റിസ് എവ്രിവേർ എന്ന ടോപ്പിക്കിനെ കുറിച്ച് വെബിനാർ എടുക്കുന്നതിനായി നമുക്കിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നിഹാരിക ഹേമരാജ് എന്ന മാമാണ്. മാമിനെ കുറിച്ച് പറയാനാണെങ്കിൽ കുട്ടികൾ ഫേസ് ചെയ്യുന്ന വയലൻസിനെതിരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഒരുപാട് അവയർനെസ് ക്ലാസ്സസുകൾ കണ്ടക്ട് ചെയ്യുന്ന ഒരാളും കൂടിയാണ്. മാമിനെ എത്രയും സ്നേഹത്തോടെ ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാം ഓഫീസേഴ്സ് ആയിട്ടുള്ള അമൃത മിസ്സിനെയും മിഥുൻ സാറിനെയും ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ക്ലബ് സെക്രട്ടറിമാരെയും NSS സെക്രട്ടറിമാരെയും പിന്നെ ഈ വെബിനാറിലൂടെ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള എല്ലാ NSS വോളണ്ടിയേഴ്സിനും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇൻജസ്റ്റിസ് എനിവർ ഈസ് എ ത്രെറ്റ് ടു ജസ്റ്റിസ് എവരിവർ എന്ന സബ്ജക്റ്റിനെ കുറിച്ചിട്ട് നമുക്ക് ഇവിടെ വെബിനാർ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നിഹാരിക ഹേമരാജ് മാം എത്തിയിട്ടുണ്ട്. മാമിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇന്റർപോൾ ന്യൂഡൽഹി കൊച്ചിയിലെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്നിവിടങ്ങളിൽ ഇന്റേൺ ആയിട്ട് ജോലി ആരംഭിച്ചു. തുടർന്ന് കൊച്ചിയിൽ സ്വതന്ത്രമായി പരിശീലനം ആരംഭിച്ചു. ക്രിമിനൽ മാട്രിമോണിയൽ ഇൻഡിപെൻഡന്റ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് പ്രാക്ടീസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് വക്കീലായിട്ട് പ്രവർത്തിച്ചു എന്നുള്ള അർത്ഥം വരിക. ഓക്കെ മാം, സോറി. പിന്നെ ക്രിമിനൽ മാട്രിമോണിയൽ, വൈദ്യുതി, മയക്കുമരുന്ന്, ഭീകരവാദത്തിനെതിരായിട്ടുള്ള നിയമം തുടങ്ങിയ നിരവധി നിയമമേഖലകളിൽ മാം പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉൾപ്പെടെ വിവിധ ട്രൈബ്യൂണൽ കോടതികളിൽ മുമ്പാകെ മാം പരിശീലിക്കുന്നു. സിനിമ, ബ്യൂറോക്രസി, പോലീസ്, അന്വേഷണ ഏജൻസി തുടങ്ങിയവയിൽ നിന്നുള്ള മാന്യ വ്യക്തികളുടെ ഇടപാടുകൾക്കും കരാറുകൾക്കും അതുപോലെ തന്നെ ബിസിനസ് ചർച്ചകൾക്കുമായിട്ട് മാഡം പ്രവർത്തിക്കാറുണ്ട്. സ്പാനിഷ് ഭാഷയിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള ആളാണ് നമ്മുടെ നിഹാരിക മാം. അതുകൊണ്ട് തന്നെ കേരളത്തിലെ നിയമ സേവനങ്ങൾക്ക് ആവശ്യമുള്ള സ്പാനിഷ് സ്പീക്കറായിട്ട് മാം പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ അക്രമം നേരിടുന്ന കുട്ടികളെ സംരക്ഷിക്കുകയും അവരുടെ അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവയർനെസ് ക്ലാസ് നടത്തുന്നതിനുമൊക്കെ ആയിട്ട് ഉള്ള ഒരു സംരംഭത്തോടെയും മാം പ്രവർത്തിക്കുന്നുണ്ട്. ഇത്രയൊക്കെ സ്പെഷ്യാലിറ്റീസും അതുപോലെ തന്നെ ഒരു അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റീനെയാണ് ഇന്ന് നമുക്കിവിടെ നമ്മുടെ വെബിനാർ എടുക്കാൻ വേണ്ടി കിട്ടിയിട്ടുള്ളത്. എത്രയും സ്നേഹത്തോടെ മിസ്സിനെ സ്വാഗതം ചെയ്യാണ്. വെൽക്കം മാം. താങ്ക് യു സുനേന. അപ്പം ഹായ് എവറിബഡി. എനിക്ക് തോന്നുന്നത് മാക്സിമം ഒരു ഇന്ററാക്റ്റീവ് സെഷൻ പോലെ ആവുമായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ബി വെരി ഫ്രൂട്ട്ഫുൾ എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് ഒരിക്കലും നമുക്ക് ഇങ്ങനത്തെ ഒരു ടോപ്പിക് ഒരു ലെക്ചർ മോഡിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ടോപ്പിക്കായിട്ട് എനിക്ക് തോന്നുന്നില്ല. സോ ഐ ഹോപ്പ് ഒരു ഫുൾ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവും. വീഡിയോ ഓൺ ആക്കിയിട്ടില്ലെങ്കിലും കൂടി എന്താ പറയുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന് പറയാണ് ഈ ടൈമിൽ. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദിസ് ഇല്ലേ? ഓക്കെ, അപ്പം സ്റ്റാർട്ടിങ് അബൌട്ട് ദിസ് എനിക്ക് ഈ ജസ്റ്റിസിനെ പറ്റി നമുക്ക് ഒരിക്കലും പ്രെജുഡിസിനെ പറ്റി സംസാരിക്കാതെ ജസ്റ്റിസിലേക്ക് എത്താൻ പറ്റില്ല. അപ്പൊ ജസ്റ്റിസ് എന്ന് പറയുന്ന വാക്കിന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത്? ആരെങ്കിലും ഒരാൾ പറയാമോ? ഇത് തെറ്റും ശരിയൊന്നുമില്ല. ഞാൻ ജസ്റ്റ് എന്താ പറയാ, ആ ഒരു ഇന്ററാക്റ്റീവ് രീതിയിലല്ലാതെ ഈ ഒരു ഡിസ്കഷൻ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് എന്താ പറയുന്നത്, ഈ ഒരു ഡിസ്കഷൻ മ്യൂച്വൽ ഒരു രീതിയിൽ ഒരു ഇന്ററാക്ഷൻ, പേഴ്സണൽ ഇന്ററാക്ഷൻ ഉള്ള രീതിയിൽ എടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പം എന്താണ് ജസ്റ്റിസിനെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആരെങ്കിലും പറയൂ. സുനന? മാം, നീതി അല്ലേ ജസ്റ്റിസ്? അതെ, നീതിയാണ്. നീതി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത്? ഒരാൾക്ക് നീതി എന്നുള്ളത് വേറെ ആൾക്ക് അനീതി ആയിക്കൂടെ? അപ്പം ജസ്റ്റ് ഇത് തെറ്റും ശരിയില്ല, സീരിയസ്ലി പറഞ്ഞാണ്, തെറ്റും ശരിയില്ല. പക്ഷെ പാർട്ടിസിപ്പേഷൻ ഇല്ലാതെ ആ ഒരു ഡിസ്കഷൻ മോഡിലേക്ക് പോവാതെ
ഈ ടോപ്പിക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ലെക്ചർ മോഡിൽ പോവാതെ ഒരു ഇന്ററാക്ഷൻ രീതിയിൽ പോകാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പം ഒന്ന് പറഞ്ഞു വന്നാൽ നീതി എന്ന വാക്കിനെ എന്തായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്? ഋത്തിക? മാൽവിക ലക്ഷ്മൺ, കാവ്യ PS, ഹൃദയ ജയരാജ്, അരുല്യ? കുട്ടികളെ മാഡത്തിനോടൊപ്പം ഇന്ററാക്റ്റീവ് സംസാരിക്കൂട്ടോ. മാഡത്തിന് കുറച്ചും കൂടെ നന്നായിട്ട് അപ്പോ ആ കാര്യങ്ങൾ കൺവേ ചെയ്യാൻ പറ്റും. നിങ്ങളിങ്ങനെ പിന്മാറി നിൽക്കരുത്. അത് നമ്മുടെ കോളേജിലും കൂടി ഒരു മാനക്കേടാണെന്ന് ആലോചിക്കുക. അതായത് ശരിയും തെറ്റുമില്ല, ആ ചോദ്യത്തിന് ഉത്തരത്തിന് ശരിയും തെറ്റുമില്ല, അതിലൊരു എംബാരസ്മെന്റും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് ഈ ഒരു ചോദ്യം ആൾക്കാർ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതനുസരിച്ച് ആ ചർച്ച കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. നീതി എന്ന വാക്കിനെ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഓരോരുത്തർക്ക് പേഴ്സണൽ ആയിട്ടുള്ള റൈറ്റ്സിനെയാണോ? അല്ല, ജസ്റ്റ് ഓക്കെ, പേഴ്സണലി റൈറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? അതായത് സുനേന, ഞാൻ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഇപ്പം നീതി എന്ന് നമ്മൾ കോമൺലി മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ അനീതിയാണ് എന്ന് അറിയാവുന്ന ചില കാര്യങ്ങളുണ്ടാവും. ഉദാഹരണത്തിന് ഇപ്പൊ ആൾക്കാരെ ഫിസിക്കലി അല്ലെങ്കിൽ മെന്റലി ഹരാസ് ചെയ്യുക, അല്ലെങ്കിൽ മർഡർ ചെയ്യുക, റേപ്പ് ചെയ്യുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നമ്മളിപ്പോ ക്രൈംസ് ആയിട്ട് കാണുന്ന എല്ലാം തന്നെ അനീതിയായിട്ട്. ഇനി സോഷ്യൽ ഇൻജസ്റ്റിസ് എന്ന് പറഞ്ഞിട്ട് വേറെ അനീതികളുണ്ടാവും. പക്ഷെ എന്താണ് നീതി എന്നുള്ള ചോദ്യത്തിന് നമുക്കൊരു ഉത്തരം, ഇപ്പൊ നമ്മൾ ജസ്റ്റിസ് ഫോർ ഓൾ എന്ന് പറയുന്നു, പക്ഷെ ആ ജസ്റ്റിസ് എന്താണ് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് വന്നാലല്ലേ ബാക്കിയുള്ള ഒരു അതിന്റെ ഒരു നുവാൻസസിലേക്ക് നമുക്ക് ശരിക്കും പോകാൻ പറ്റുള്ളൂ. നമ്മൾ ഏതെങ്കിലും നിയമത്തിന്റെ കീഴില് നീതി നേടുന്നതാണോ? ഓക്കെ, ഇപ്പം ജസ്റ്റിസിനെ ഇതിന്റെ ഒരു വളരെ ഒരു ബ്രോഡ് ആയിട്ടുള്ള ഒരു സെൻസിൽ മനസ്സിലാക്കുവാണെങ്കിൽ ആൾക്കാരെ ഡിസേർവ് ചെയ്യുന്നത് അവർക്ക് ലഭിക്കുന്ന ഒരു സ്ട്രക്ചർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും, ഇല്ലേ? അതായത് ഒരാള് അല്ലെങ്കിൽ ഒരാൾക്കാർ, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, അല്ലെങ്കിൽ ഒരാള്, അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അതില് ഒരു കോമൺ ആയിട്ട് അവര് ഡിസേർവ് ചെയ്യുന്ന ഒരു കാര്യം അവർക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ലഭിക്കുന്നുണ്ടെങ്കിൽ അതിന് ജസ്റ്റിസ്, അവിടെ ഒരു ജസ്റ്റിസ് നടക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാം. പക്ഷെ ഈ ഡിസേർവ് എന്ന വാക്കിന് പലപ്പോഴും പല മീനിങ്സാ വരുന്നത്. ചില സമയത്ത് ഇപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ഓരോ ഇസംസ് തമ്മിൽ എപ്പോഴും പ്രശ്നങ്ങൾ വരുന്നത്? കാരണം ഇന്ന വ്യക്തി ഇത് ഡിസേർവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം അവിടെ എപ്പോഴും വരുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ റിസർവേഷൻ അല്ലെങ്കിൽ ഫെമിനിസം, ഇങ്ങനെയുള്ള എല്ലാ വാക്കുകൾക്കും എപ്പോഴും രണ്ട് സൈഡ് ഉണ്ട്. എപ്പോഴും ആ ഡിസ്കഷൻ വരുമ്പം, അല്ലെങ്കിൽ നമ്മൾ എപ്പോൾ എവിടെ സംസാരിച്ചാലും അതിനെ ഫോർ ആൻഡ് അഗൈൻസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എപ്പോഴും സംസാരം വരാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും അത്? ഓക്കെ, പോട്ടെ. ഇതൊരു എന്താ പറയുക, ഇന്ററാക്ഷൻ അൺഫോർച്ചുനേറ്റ്ലി നടക്കുന്നില്ല. സോ ലെക്ചർ മോഡിലോട്ട് പറഞ്ഞു നോക്കാം. റൈറ്റ്, ഐ എം ഗോയിങ് ടു ട്രൈ ദാറ്റ്. ഓക്കെ, സോ അങ്ങനെ നോക്കുവാണെങ്കിൽ കോമൺ ആയിട്ട് നമ്മളുടെ ചുറ്റിനും കാണുന്ന ഇൻജസ്റ്റിസസ്, ആക്ച്വലി ഇത് ശരിക്കും ഇന്ററാക്ഷൻ മോഡിലേ പോവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ എനിക്ക് വർക്ക്ഔട്ട് ആവില്ല. ബിക്കോസ് ജെനുവിൻലി ഇങ്ങനത്തെ ഒരു ടോപ്പിക് ഒരിക്കലും നമുക്കൊരു സിംഗിൾ സൈഡ് ആയിട്ട് ഒരു ലെക്ചർ മോഡിൽ പോകാൻ പറ്റുന്ന ഒരു കാര്യമല്ല ആക്ച്വലി സെയിം. കാരണം ജസ്റ്റിസ് എന്ന് പറയുന്ന ഓരോരുത്തരുടെയും പെർസെപ്ഷൻ വ്യത്യാസം ഉണ്ടാവും. അതേപോലെ തന്നെ ഓരോരുത്തർക്കും പല നോൺ ആൻഡ് അൺനോൺ ബയസസ് ഉണ്ടാവും. ആ ബയസസിനെ ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ടോപ്പിക്കുമായിട്ട് എനിക്കൊരു മെസ്സേജ് ആയിട്ട് വന്നു. ലെറ്റ് മീ ജസ്റ്റ് സീ. പലരും പല രീതിയിലാണ് ഫെമിനിസം ആണെങ്കിലും ജസ്റ്റിസിനെയും നോക്കിക്കാണുന്നത്. അതെ, പല രീതിയിലാണ് ഫെമിനിസം ആണെങ്കിലും ജസ്റ്റിസിനെ നോക്കിക്കാണുന്നത്. സോ ദാറ്റ്സ് എ ഗുഡ് പോയിന്റ്. സോ ജസ്റ്റിസിനെ ഏത് രീതിയിലാണ് അപ്പം നോക്കിക്കാണുന്നത് പറയാൻ താല്പര്യമുണ്ടോ? എനിക്ക് എന്താണെന്നറിയാം, ഞാൻ ഉദ്ദേശിക്കുന്ന മനസ്സിലായോ? ഓരോരുത്തരുടെയും വ്യൂ ആ ചോദിക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണ് നീതി എന്ന വാക്കിനെ കാണുന്നത് എന്നുള്ളത്. എങ്ങനെയാണ് നീതി അനീതി, ഇന്ന കാര്യം നീതിയാണ്, ഇന്ന കാര്യം അനീതിയാണ് എന്ന് എങ്ങനെയാണ് നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? ഇറ്റ്സ് എ വെരി പേഴ്സണൽ തിങ്. നേഹ പറയൂ. അതായത് പറയൂ നേഹ. അവകാശങ്ങൾക്കെതിരായിട്ട് ഒരാൾ പ്രവർത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിന് അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നതിന് നീതി, അല്ലെങ്കിൽ നീതി കിട്ടാൻ വേണ്ടി പ്രവർത്തിക്കുന്ന അവകാശങ്ങളെ ചേർത്ത് വെച്ച് വായിക്കാന്ന് വെക്കാം. അപ്പം ഈ അവകാശം നിയമപരമായിട്ട് കൊടുക്കുന്ന അവകാശം മാത്രമാണോ
അല്ല മിസ്, നമുക്ക് നമ്മുടെ പേഴ്സണലി നമുക്ക് ഓരോരുത്തർക്കും ഉള്ള അവകാശങ്ങൾ ഇപ്പോൾ ഓരോരുത്തർക്കുമായിട്ടുള്ള അതായത് ഓരോ പേഴ്സൺസിനും അവരുടേതായിട്ട്, അതായത് ഒരാളുടെ മൂക്കിന് തുമ്പത്ത് എത്തുന്നവരെയാണ് മറ്റുള്ളവരുടെ ഒരു അവകാശം എന്ന് പറയില്ലേ, അതുപോലെ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള റൈറ്റ്സ് ഉണ്ട്. സ്വന്തം അവകാശം, അതായത് സ്വയം ഒരാൾക്കുള്ള അവകാശം പോലെ തന്നെ മറ്റുള്ളവർക്കും അവകാശങ്ങളുണ്ട്. അതിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണല്ലോ അത് അനീതിയായി മാറുന്നത്. അവരിലേക്ക് കൈ കടത്തുമ്പോഴല്ലേ, അല്ലെങ്കിൽ മറ്റൊരാളിലേക്ക് എത്തുമ്പോഴല്ലേ അവിടെ ആക്ച്വലി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പറഞ്ഞു. ഓക്കെ, അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പറഞ്ഞു. അത് സിംപ്ലിഫൈ ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പറയാത് എൻ്റെ ഒരു പേഴ്സണൽ പെർസ്പെക്റ്റീവ് ആണ്. ഡിസഗ്രീമെന്റ് ഉണ്ടെങ്കിൽ എന്തായാലും പറയുക. എനിക്ക് തോന്നുന്നത് ഈ നീതി എന്ന് പറയുന്ന ഒരു കാര്യം ഒരാൾക്ക് മനസ്സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ ഉള്ള കാര്യങ്ങൾ അവർക്ക് ലഭ്യമാകുന്നുണ്ടെങ്കിൽ അവിടെ ഒരു നീതിയുണ്ട്. അയാൾക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാനുള്ള കാര്യങ്ങൾ ഇല്ലെങ്കിൽ അവിടെ ഒരു അനീതിയുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ഈ നീതി അനീതി എന്ന് പറയുന്ന വാക്കിന്റെ ഇടയിലുള്ള ലൈൻ വളരെ തിന്നാണ്. അത് നിഹ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ സമാധാനം വേറൊരാളെ ഉപദ്രവിച്ചു കൊണ്ടുവരുന്നൊരു സമാധാനമാണെങ്കിൽ അവിടെ പിന്നെ അനീതിയുണ്ട്. അപ്പൊ മറ്റൊരാളെ അല്ലെങ്കിൽ ആളുകളെ ഉപദ്രവിക്കാതെ സ്വയം സന്തോഷിച്ച് നിൽക്കുന്ന ഒരു കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥലം അവിടെ നീതി ഉണ്ടെന്ന് പറയാം. അത് ഇല്ലാതാവുമ്പം അതിന് അനീതി ഉണ്ടെന്ന് പറയാം. ഇല്ലേ? ഇത്രയും ബേസിക് അല്ലേ? ഇപ്പൊ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് തന്നെയാണോ ഇവിടെ എല്ലാവർക്കും ഉള്ളത്? ഞാൻ പറഞ്ഞതിൽ ഡിസഗ്രീമെന്റ് ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല ടീച്ചറെ, ഇല്ല മാം. ഓക്കെ, അപ്പം ഡിസഗ്രീമെന്റ് ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവാം. ഞാൻ എന്തുകൊണ്ട് അതിനെ ചോദിച്ചതെന്ന് വെച്ചാല് ആ ഒരു നമ്മൾ കോമൺ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് നമുക്ക് അതിനെപ്പറ്റി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ചർച്ച കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അത് പറയുന്നത്. അപ്പൊ ദിസ് മച്ച് ഇസ് ക്ലിയർ. ഈ നീതി അനീതി എന്നുള്ള കാര്യം ക്ലിയർ ആയി. ഇനി ഒരു കാര്യം ചോദിക്കാം. ഈ ജസ്റ്റിസ് ഇൻജസ്റ്റിസ് എന്ന് പറയുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ എന്തുകൊണ്ടായിരിക്കും ഇത്രയധികം ഡിസഗ്രീമെന്റ് വരുന്നത്? അതായത് ഇപ്പൊ റിസർവേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് വശം വരുന്നു, സ്ത്രീകൾക്ക് അവകാശങ്ങൾ വേണം എന്ന് പറയുമ്പോൾ രണ്ട് വശം വരുന്നു, പല ജെൻഡേഴ്സിന് അവകാശങ്ങൾ വരണം എന്ന് പറയുമ്പോൾ രണ്ട് വശം വരുന്നു. കാരണം എവിടെയൊക്കെയോ സ്വന്തം ഐഡന്റിറ്റീസിന് ത്രെറ്റ് വരുന്നുണ്ടെന്ന് ചില ആൾക്കാർക്ക് തോന്നുമ്പോഴാണ് ഈ പ്രോബ്ലംസ് വരുന്നതെന്ന് കാണാം. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഈ പ്രെജുഡിസസിനെ ബ്രേക്ക് ചെയ്ത് പുറത്ത് വന്നിട്ട് അതിന്റെ നീതിയും അനീതിയും കാണാൻ പറ്റുക എന്നുള്ള ചോദ്യമാണ് അടുത്തത്. അതിനെന്തെങ്കിലും ഒരു ഉത്തരവുണ്ടോ? ഇതിലെ പ്രോബ്ലം എന്താണെന്നറിയാമോ? നമ്മൾ ബേസിക്കലി ഒരു കാര്യം ആലോചിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചു വെച്ച ചില കാര്യങ്ങളുണ്ട്. ഇന്നത് അനീതിയാണ്, ഇന്നത് നീതിയാണെന്ന്. അത് പല കാലഘട്ടങ്ങളിലായിട്ട് പല രീതിയിലായിരിക്കും അതിനെ അങ്ങനെ നോക്കിക്കാണുക. ഉദാഹരണത്തിന് ഒരു കാലത്ത് എന്താ പറയാ, ഒരു സ്ത്രീക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹസ്ബൻഡ് നീതിയാണ്. ഇന്ന് ആ സ്ത്രീക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഹസ്ബൻഡ് നീതിയാണ്. ഇങ്ങനെ പലതായിട്ടുള്ളൊരു നോഷൻസ് തലയുടെ ഉള്ളിലേക്ക് പലപ്പോഴായിട്ട് ഈ ദൃശ്യമാധ്യമങ്ങൾ വഴിയും അല്ലാതെ ബാക്കി വായന വഴിയും സിനിമ വഴിയും ഒക്കെ നമ്മുടെ ഉള്ളിലേക്ക് ഇൻസ്റ്റിൽഡ് ആവുന്നുണ്ട്. പക്ഷെ നമുക്ക് എപ്പോഴും ഇൻഡിപെൻഡന്റ് ആയിട്ടൊരു മൈൻഡ് വേണം. കാരണം ഓരോ സിനാരിയോയിലും നീതി വേറൊരു കാര്യമായിരിക്കും. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ എപ്പോഴും കോമൺലി പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ പ്രത്യേകിച്ചും ഇപ്പൊ നമ്മൾ ഈ മാരേജസിനെ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ജെൻഡർ റൂൾസ് വരും എന്ന് പറയുന്നു. അപ്പം ഈ ജെൻഡർ റൂൾസ് മോശമാണെന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്, ജെൻഡർ റൂൾസ് നല്ലതാണെന്ന് പറയുന്ന ഒരു ആൾക്കാരുണ്ട്. പക്ഷെ ഇതിൽ ഏതിനോട് യോജിക്കാനാണ് താല്പര്യം എന്ന് ചോദിക്കുമ്പോൾ മിക്കവാറും ആൾക്കാർ ഏതെങ്കിലും ഒരു സ്റ്റാൻഡ് എടുക്കും. ആ സമയത്ത് ആ ഒരു ടോപ്പിക്കിനെ അടുത്ത് ഡിസഗ്രി ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി അവർക്ക് ഈസിലി ഓപ്പോസിറ്റ് സൈഡ് നിൽക്കുന്ന ഒരാൾക്ക് ഈസിലി പല രീതിയിലുള്ള ആർഗ്യുമെന്റ്സ് കൊണ്ടുവന്നിട്ട് കൗണ്ടർ ചെയ്യാൻ പറ്റും. അങ്ങനെ വരാനുള്ളൊരു കാരണം എന്താന്ന് വെച്ചാല് നമുക്ക് ഓരോ സിനാരിയോ അനുസരിച്ച് നോക്കിയിട്ട് ഇതിൽ നീതി എന്താ ഇത് അനീതി എന്താന്ന് നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു സ്ഥലത്തേക്ക് എത്താൻ നമുക്ക് കഴിയാതായി പോകുന്നതുകൊണ്ടാണ്. അതിന്റെ റീസണിങ് എന്ന് പറയുന്നത് നമ്മളുടെ സൊസൈറ്റൽ കണ്ടീഷനിങ് ആണ്. ഈ സൊസൈറ്റൽ കണ്ടീഷനിങ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ചുറ്റിനും പല രീതിയിലുള്ള കണ്ടീഷനിങ് നടക്കുന്നുണ്ട്. നമ്മൾ കാണുന്ന സിനിമകൾ, വായിക്കുന്ന ബുക്സ്, സംസാരിക്കുന്ന ആൾക്കാർ, നമ്മളുടെ കുടുംബം, നമ്മളുടെ ഫ്രണ്ട് സർക്കിൾ എല്ലാം ഇതിനെ ഒരുപാട് എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ഞാൻ പൊതുവെ ഡിസ്കഷനിൽ കാണാത്ത ഒരു ടോപ്പിക്കിനെ പറ്റി പറയാം. ഉദാഹരണത്തിന് ജെൻഡർ ജസ്റ്റിസ്. ഈ ജെൻഡർ ജസ്റ്റിസ് എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താ വരുന്നതെന്ന് ചാറ്റിൽ ഒരു 1 വേർഡ് ഇടാമോ, അല്ലെങ്കിൽ ഒരു 1 ലൈൻ ഇടാമോ? ബിക്കോസ് എനിക്ക് തോന്നുന്ന പലർക്കും അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ മടിയുണ്ടെന്ന്.
അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ജെൻഡർ ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താണ് വരുന്നത്? ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ലൈനോ ഒരു വേർഡോ ചാറ്റ് ബോക്സിൽ ഇടാം, എന്തും ചെയ്യാം. LGBTQ, നേഹ സി കിഷോർ പറയുന്നു LGBTQ. വേറെ ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ജെൻഡർ ജസ്റ്റിസ് എന്ന് പറയും, ഇക്വാലിറ്റി. യെസ്. ഇനി അടുത്തത് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. അതെ, ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. യെസ്. ഇനി വേർഡ്സ് വരട്ടെ. LGBTQ+ ആണെന്ന് പറയുന്നു. അഞ്ജിത എന്തോ പറയാനുണ്ടല്ലോ, പ്ലീസ് ടെൽ മീ. ഒരു ഹാൻഡ് റേസ് വന്നിരുന്നു, ഇപ്പൊ കാണാനില്ല. ജെൻഡർ ഇക്വാലിറ്റി. ഓക്കെ, അപ്പം ബേസിക്കലി ഈ LGBTQ+ എന്നൊക്കെ പറഞ്ഞാലും ഈ ജെൻഡർ എന്ന് പറയുന്ന എന്താ പറയാ ഒരു വാക്കിലേക്ക് അത് അവിടെ ആ ഒരു ഈക്വാലിറ്റി ഓഫ് ജെൻഡേഴ്സ് എന്ന് പറയുന്നു. ഇനി അങ്ങനെ വരികയാണെങ്കിൽ ജെൻഡർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ആർക്കെങ്കിലും പറയാമോ? ജെൻഡറും സെക്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കാരണം നമ്മൾ നോർമലി ഈ ജെൻഡർ ജസ്റ്റിസ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ ആദ്യം ചിന്തിക്കുന്നത് എന്താണെന്നറിയാമോ? അതാ ഇപ്പം ഓക്കെ, ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ എന്ന് പറയുന്നു. ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയാം. ഇപ്പം ജെൻഡർ ജസ്റ്റിസ് എന്നുള്ള വാക്ക് പറയുമ്പം എല്ലാവരും ഉടനെ ചിന്തിക്കുന്നത് ഇക്വാലിറ്റി, ഓക്കെ, LGBTQ+, ഓക്കെ. പക്ഷെ ഇതിന്റെയൊക്കെ ഒരു ബേസിക് കാര്യങ്ങൾ രണ്ട് കാര്യങ്ങളാണ്, ജെൻഡർ ആൻഡ് ജസ്റ്റിസ്. ജസ്റ്റിസ് എന്താ നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി ജെൻഡർ എന്താന്നുള്ള ചോദ്യം വരും. ഇതിൽ പൊതുവെ എപ്പോഴും ഒരു മെയിൽ ഫീമെയിൽ ബൈനറിയിലാണ് ആൾക്കാർ എപ്പോഴും നിൽക്കുന്നത്. പക്ഷെ മെയിൽ ഫീമെയിൽ എന്ന് പറയുന്നത് സെക്സും ജെൻഡർ എന്ന് പറയുന്ന വേറൊരു കോൺസെപ്റ്റുമായിട്ടാണ് ഇപ്പം പൊതുവെ ഒരു ഇൻക്രീസ് സെൻസിറ്റിവിറ്റിയിൽ മനസ്സിലാക്കുന്നത്. അതായത് ഒരാള് ജനിക്കുന്ന സമയത്ത് അവർക്ക് ഒരു സെക്സ് ഉണ്ടാവും എന്ന് പറയും, ലൈക്ക് മെയിൽ ഫീമെയിൽ. ഇനി ഇത് രണ്ടും അല്ലെങ്കിൽ ഇന്റർസെക്സ് എന്ന് പറയാം, ഡിപ്പെൻഡിങ് ഓൺ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇത്രയും ഡിഫറൻസ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ജെൻഡർ അതിന് പകരം ഒരാൾ ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യമായിട്ട് ഇരിക്കും. അതായത് അതൊരു ബ്രോഡ് സ്പെക്ട്രമാണ്, റൈറ്റ്? അതായത് സോഷ്യലി കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഒരു റോളോ അല്ലെങ്കിൽ അതിന്റെ ഒരു ബിഹേവിയറോ ആട്രിബ്യൂട്ട്സോ ഒക്കെ വെച്ചിട്ട് പലരും ചില കാര്യങ്ങൾ മെന്നിന് അപ്രോപ്രിയേറ്റ് ആണ്, ചില കാര്യങ്ങൾ വുമണിന് അപ്രോപ്രിയേറ്റ് ആണ് എന്നൊക്കെ പറയാറുണ്ട്. ഇനി ഇതിനോടൊന്നും അസോസിയേറ്റ് ചെയ്ത നോൺ ബൈനറി ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. ഇനി അതുമല്ല, വേറെയും ജെൻഡേഴ്സ് ഇഷ്ടം പോലെയുണ്ട്. ദേ സേ ദാറ്റ്. അപ്പം ഈ ഒരു ആളുകൾക്ക് എല്ലാം തന്നെ ഇപ്പൊ നമ്മളെ നിയമങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിലാകെ മാൻ ആൻഡ് വുമൺ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ട്രാൻസ്ജെൻഡേഴ്സിനെയും കൂടെ ഉൾപ്പെടുത്തുന്നുണ്ടെന്ന് പറയാം. കാരണം അവർക്കും കുറേശ്ശെ റൈറ്റ്സ് കിട്ടി തുടങ്ങി. പക്ഷെ എപ്പോഴും ഈ ബൈനറിയിൽ നിന്നുകൊണ്ടുള്ള നിയമങ്ങളാണ് നമ്മളുടെ ചുറ്റിനുമുള്ളത്. അത് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് നിയമത്തിൽ പല സ്ഥലത്തും ഒരു അസംഷൻ ഉണ്ട്, എല്ലാവരും ഹെറ്ററോസെക്ഷൽ സിസ്ജെൻഡർ ആയിട്ടുള്ള ആൾക്കാരാണെന്നുള്ളത്. സിസ്ജെൻഡർ എന്നുള്ള വാക്ക് മുമ്പ് കേട്ടിട്ടുണ്ടോ? ഞാൻ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. ഈ വാക്ക് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല മാം. ഓക്കെ, ഐഷ പറയുന്നു യെസ്. ഐഷ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഐഷ? യെസ് മാം, കേട്ടിട്ടുണ്ട്. അർത്ഥം അറിയാമോ? കേട്ടിട്ടുണ്ട് എന്നാലും ഒരു ജെൻഡർ ഫ്ലൂയിഡ് അങ്ങനെയുള്ളതാണോ? അല്ല, സിസ്ജെൻഡർ എന്ന് പറയുന്നത് എന്താ വെച്ചാല് ഒരാളുടെ പേഴ്സണൽ ഐഡന്റിറ്റിയും അവര് ജനിക്കുമ്പം ഉള്ള എന്ത് സെക്സിലാണോ വീഴുന്നത് അതുമായിട്ടുള്ള സെയിം ഐഡന്റിഫിക്കേഷൻ അവിടെ നടക്കുന്നു എന്നുള്ളതാണ്. അതായത് പേഴ്സൺ ഇസ് ബോൺ ആസ് എ വുമൻ, ഐ മീൻ ആസ് എ ഫീമെയിൽ ആയിട്ട് ജനിക്കുന്നു, വുമൺ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നെങ്കിൽ അവർ സിസ്ജെൻഡർ ആയിരിക്കും. അതേപോലെ മെയിൽ ആയിട്ട് ജനിക്കുന്നു, മാൻ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നെങ്കിലും സിസ്ജെൻഡർ ആയിരിക്കും. ഇനി ഹെറ്ററോസെക്ഷൽ ഹോമോസെക്ഷൽ തമ്മിലുള്ള വ്യത്യാസം അറിയാവോ? LGBTQ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചതാ. ഇതെല്ലാം തന്നെ ജെൻഡർ ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെർമിനോളജിയാണ്. അതാണ് ഇത് സംസാരിക്കാനുള്ള കാരണം. ഓക്കെ, സോ ഹെറ്ററോസെക്ഷൽ ഇസ് വെൻ സെക്ഷൽ അട്രാക്ഷൻ ഇപ്പം ബിറ്റ്വീൻ മാൻ ആൻഡ് വുമൺ ആണെങ്കിൽ അത്
ഹെട്രോസെക്ഷൽ ആയിട്ട് കോമൺലി മനസ്സിലാക്കുന്നത്. ബിറ്റ്വീൻ മാൻ ആൻഡ് വുമൺ ആണ് സെക്ഷൽ അട്രാക്ഷൻ വരുന്നതെങ്കിൽ, ബിറ്റ്വീൻ മെയിൽ ആൻഡ് മാൻ ആൻഡ് വുമൺ ആണെങ്കിൽ അതിന് നോർമലി അട്രാക്ഷൻ ബിറ്റ്വീൻ സെയിം ജെൻഡേഴ്സ് ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നു. യെസ്, ദാറ്റ്സ് കറക്റ്റ്. അപ്പൊ ദിസ് ഇസ് ഹൗ വി ജനറലി അണ്ടർസ്റ്റാൻഡ്. അപ്പൊ എല്ലാ നിയമങ്ങളും പൊതുവെ ഒരു അസംഷനിലാണ് പോകുന്നത്. ആ അസംഷൻ എന്താണ്? ദാറ്റ് ഓൾ പേഴ്സൺസ് ആർ, ഈ പറഞ്ഞ പോലെ എന്താ പറയാ, എല്ലാ ആളുകളും ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള സിസ് ജെൻഡേഴ്സ് ആണ് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് പോകുന്നത്. അതായത് നോർമൽ മോഡ് ഓഫ് സെക്ഷൽ ഓറിയന്റേഷൻ ഹെട്രോസെക്ഷുവാലിറ്റി ആണെന്നുള്ളൊരു അസംഷൻ ഉണ്ട്. പ്ലസ് 2 ഓപ്പോസിറ്റ് ആയിട്ടുള്ള ജെൻഡേഴ്സ് മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ട്. ഇതാണ് ഹെട്രോനോമേറ്റിവിറ്റി എന്ന് പറയുന്ന വേർഡ്. ഹെട്രോനോമേറ്റിവിറ്റി ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇതിനെ പറ്റിയിട്ട് വായിച്ചു നോക്കാം. അപ്പൊ മിക്ക നിയമങ്ങളും, നമ്മളുടെ ചുറ്റിനുമുള്ള മിക്ക നിയമങ്ങളും ഈ ഒരു ഹെട്രോനോമേറ്റിവിറ്റിയിൽ നിന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അത് പറയാൻ കാരണം, നമ്മളിപ്പം IPC എടുത്ത് നോക്കിയാലോ, ഇന്ത്യൻ പീനൽ കോഡ് എടുത്ത്, എല്ലാവരും ലോ സ്റ്റുഡൻസ് ആണോ? നോ മാഡം, ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ആർട്സ് ആൻഡ് സയൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ നമ്മുടെ നിയമങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മിക്കതും, അല്ലെങ്കിൽ ഇപ്പൊ ആർട്സ് ആൻഡ് സയൻസ് ആയിട്ട് അങ്ങനെ നോക്കിയാലും എല്ലാ നമ്മുടെ പൊളിറ്റിക്കൽ മൂവ്മെന്റ്സിലും ഒക്കെ തന്നെ കാണുമ്പം, ഇപ്പൊ നമ്മൾ പലപ്പോഴും ഈ പറഞ്ഞ പോലെ ജെൻഡർ ഈ ടോപ്പിക്സ് വരുന്ന സമയത്തൊക്കെ നമ്മൾ ചുറ്റിനും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മിക്കതും ഈ ഒരു ഹെട്രോനോമേറ്റീവ് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നിട്ടാണ് എല്ലാവരും ഫങ്ഷൻ ചെയ്യുന്നതെന്നുള്ളത്. കാരണം ഇപ്പം ഒരു എക്സാമ്പിൾ പറയാം. റേപ്പ് എന്ന് പറയുന്ന സമയത്ത് റേപ്പ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളതെന്ന് അറിയാമോ? നിയമത്തില് റേപ്പ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളതെന്ന് അറിയാമോ? ഞാൻ പറയാം. എനിക്ക് തോന്നുന്ന സെക്ഷൻ 375 ഓഫ് IPC ആണ് റേപ്പിനെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം ഇതിൽ പറയുന്ന a man is said to commit rape who, except in the case hereinafter accepted, has sexual intercourse with a woman under circumstances falling under any of the 6 following descriptions എന്നാണ് പറയുന്നത്. ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു അസംഷൻ വന്നു, ഒരു മാനിന് മാത്രമേ റേപ്പ് കമ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സെക്ഷൻ 375 അടിയിൽ ഒരു മാനിന് മാത്രമേ റേപ്പ് കമ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് നമ്മളുടെ നിയമം. ഫൈൻ. ഇത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? കാരണം ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സും ഇതുപോലെയുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ട്രാൻസ്ജെൻഡർ ആക്ട് എടുത്തു നോക്കുവാണെങ്കിൽ അവിടെയും ഈ പറഞ്ഞ പോലെ സെക്ഷൽ അബ്യൂസിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. ട്രാൻസ്ജെൻഡർ ആക്ട് ഉണ്ട്, അതിനകത്തും ഇതുപോലെ ഉണ്ട്. ഞാൻ ജസ്റ്റ് ആ ഒരു ആക്ട് ഒന്ന് ഡൗൺലോഡ് ചെയ്യാണ്. ആക്ച്വലി എനിക്ക് ഇന്ന് ഓഫീസിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല ബിക്കോസ് ഓഫ് ഒരു ചെറിയൊരു ഗ്ലിച്ച് ഉണ്ടായിരുന്നു. എൻ്റെ കാറിന് ചെറിയൊരു റിപ്പയർ വന്നു. അങ്ങനെ ഇപ്പൊ ഒന്ന് ഓഫീസിൽ പോകാൻ പറ്റിയിട്ടില്ല. അപ്പൊ എന്റെ മെറ്റീരിയൽ ശരിക്കും അവിടെ ആയിരിക്കുന്നത്. അപ്പം റിലൈങ് ബാക്ക് ഓൺ മൈ ഫോൺ ആൻഡ് ദി ഇന്റർനെറ്റ് again. Just give me 1 second. I will get to that. ഈ ട്രാൻസ്ജെൻഡർ ആക്ടിന്റെ സെക്ഷൻ 18 പറയുന്നുണ്ട് ഒരു ഒഫൻസസ് ആൻഡ് പെനൽറ്റീസ് എന്ന് പറഞ്ഞിട്ടൊരു പ്രൊവിഷൻ ഉണ്ട്. അതില് അവസാനത്തെ ക്ലോസിൽ പറയുന്നുണ്ട് ഹൂഎവർ, അതായത് ആണോ പെണ്ണോ എന്നുള്ള ഡിഫറൻസ് ഇല്ലാതെ, സ്ത്രീയോ പുരുഷനോ ഡിഫറൻസ് ഇല്ലാതെ തന്നെ എഴുതിയിട്ട് ഹൂഎവർ, എനി പേഴ്സൺ ആയിക്കോട്ടെ, harms or injures or endangers the life, safety, health, well-being, mental or physical of a transgender person or tends to do acts including causing physical abuse, sexual abuse, verbal and emotional abuse, and economic abuse shall be punishable with imprisonment for a term which shall not be less than 6 months, but which may extend to 2 years with fine. അതായത് ഇതിന്റെ പണിഷ്മെന്റ് എന്ന് പറയുന്നത് 6 മാസത്തിൽ കുറയാൻ പാടില്ലാത്ത
ജയിൽ ശിക്ഷ. പക്ഷെ അത് 2 വർഷം വരെ നീളാം ആൻഡ് ഫൈനോട് കൂടിയ ശിക്ഷ എന്നാ പറയുന്നത്. ഇനി സെക്ഷൻ 376 അനുസരിച്ചിട്ട് റേപ്പിനുള്ള ശിക്ഷ എത്രയാണെന്ന് അറിയാമോ? അറിയാമോ? ഓക്കെ, അതും ഈ പറഞ്ഞ പോലെ കാറ്റഗറി ആയിട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇൻ ജനറൽ ഇത് കമ്മിറ്റ് റേപ്പ് ഷാൽ ബി പണിഷ് വിത്ത് റിഗറസ് ഇംപ്രിസൺമെന്റ്, കഠിന തടവ് ഓഫ് ഐദർ ഡിസ്ക്രിപ്ഷൻ ടേം, അതായത് 10 വർഷത്തിൽ കുറയാതെ, എന്നാൽ ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ് ആൻഡ് ഫൈനോട് കൂടിയ ശിക്ഷയാണ് പറയുന്നത്. ഓക്കെ, അത് അങ്ങനെയാണ് അതിന്റെ ഒരു ജനറൽ നേച്ചർ. അത് ഒബ്വിയസ്ലി ബാക്കിയുള്ള ക്ലോസസിലോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ ഇത് ശരിയാന്ന് തോന്നുന്നുണ്ടോ? ഇത് നീതിയാണോ? ഇത് നീതിയാണോ? കാരണം ശരിക്കും നടക്കുന്നത് ഒരേ കാര്യമല്ലേ, റേപ്പ് അല്ലേ? പക്ഷെ 2 ജെൻഡേഴ്സിന് 2 നീതി. റൈറ്റ്? നോ മാം. അതാ. അപ്പൊ ഇതുപോലെയുള്ള കുറെ കാര്യങ്ങൾ നമ്മളുടെ ചുറ്റിനും ഉണ്ട്. പോട്ടെ, ഇതും പോട്ടെ. ഒരുപാട് പേര് ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ അറയ്ക്കുകയും വെറുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമ്മുടെ ചുറ്റിനും ഉള്ളത്. ആൻഡ് നാച്ചുറലി പല ആളുകളും അങ്ങനത്തെ ഒരു ഡയലോഗിന് പ്രിയ ആയി പോകുന്നുമുണ്ട്. ഇനി നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഹോമോസെക്ഷുവൽസ് ഇങ്ങനെ ഒരു നീതി വേണം എന്ന് പറഞ്ഞ് സംസാരിക്കേണ്ടി വരുന്നത് എന്നുള്ളത്. അപ്പൊ ആളുകൾ എപ്പോഴും പറയുന്നതാണ് അവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആയിക്കോട്ടെ, അതിനിപ്പോ ഒരു പ്രത്യേക നിയമ സംരക്ഷണത്തിന്റെ ആവശ്യം എന്താണ്? ഇങ്ങനെ ചോദ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇപ്പൊ എല്ലാവരും ക്ലബ് ഹൗസിലൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പല ചോദ്യങ്ങൾ ഇങ്ങനെ കേൾക്കാറില്ലേ? എന്തിനാണ് ഹോമോസെക്ഷൽസിന് പ്രത്യേകിച്ചൊരു നിയമത്തിന്റെ ആവശ്യം എന്ന് ചോദിക്കുന്നല്ലേ, കേട്ടിട്ടുണ്ടോ? ആക്ച്വലി ഈ ടോപ്പിക് വല്ലാണ്ട് കോൺട്രവേഴ്ഷ്യൽ ആയി പോയോ? ഇല്ല മേഡം, ഇല്ല. ഇവര് സാധാരണ ഇങ്ങനെയല്ല, നല്ല ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളാണ്. എന്താണെന്ന് അറിയില്ല, മേ ബി ടെക്നിക്കൽ ഇഷ്യൂസ് ആവാൻ സാധ്യത. ഇല്ല, ഞാൻ ജസ്റ്റ് വിചാരിക്കായിരുന്നു, ബിക്കോസ് നമ്മൾ തമ്മിൽ സംസാരിച്ച ആ ചർച്ച മുന്നോട്ട് പോകുമ്പോഴാണ് എപ്പോഴും ഒരു നല്ലൊരു ഫാക്ടർ വരുന്നത്. തീർച്ചയായിട്ടും. ബിക്കോസ് ഇങ്ങനത്തെ ഒരു ടോപ്പിക് ജസ്റ്റിസ് പറഞ്ഞ പറഞ്ഞില്ല, എല്ലാവരും ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വാക്കല്ലേ. അല്ലാതെ ഒരിക്കലും ഒരു ജനറൽ ആയിട്ട് നമുക്ക് എത്ര പറഞ്ഞാലും ഒരാളുടെ നീതി വേറൊരാളുടെ നീതി ആയിക്കോളണമെന്നില്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു കോമൺ ഒരു ഡിസ്കഷൻ മോഡിൽ പോകാൻ വേണ്ടിയിട്ട് അത് ചോദിച്ചത്. അപ്പം ഓക്കെ, ആ ഒരു വേർഷൻ കേട്ടിട്ടില്ല പറഞ്ഞു. അല്ല, അതല്ലേ പറഞ്ഞത്. അതായത് ഹോമോസെക്ഷൽസിന് പ്രത്യേകിച്ച് ഒരു നിയമം വേണോ എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും നമ്മുടെ ചുറ്റിനും കാണാറുണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണോ? ഇവിടെ എത്രയോ 51 ആൾക്കാരേറ്റവും ഉണ്ട് കേട്ടോ. ഇതിപ്പോ ഒരാള് പോയി. എനിവൺ? ഇപ്പോ ഹോമോസെക്ഷൽസിനെ കുറിച്ച് സംസാരിക്കാൻ പോലും ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തില് ആളുകള് തയ്യാറല്ല. ഇനിയിപ്പോ സംസാരിക്കുകയാണെങ്കിൽ പോലും അവരുടെ റൈറ്റ്സിനെതിരെ നിൽക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന് പോലും അവർക്ക് അവരെന്തു ആയിക്കോട്ടെ എന്നുള്ള ഒരു തരത്തിലുള്ള മനോഭാവമാണ് ബാക്കിയുള്ളവര് മുന്നോട്ട് വയ്ക്കുന്നത്. അതെ, നേഹ പറഞ്ഞത് കറക്റ്റാ. അതില് ഇഷ്യൂ എന്താണെന്നറിയാമോ? ഇവരെന്തുകൊണ്ടാണ് ഈ വേറെ നിയമം വേണം എന്ന് പറയുന്നത് എന്നുള്ളത്. കാരണം ഒരു മാൻ വുമൻ ബൈനറിയിൽ നിന്ന് ജീവിക്കുന്ന ആൾക്കാർക്ക് എല്ലാം എളുപ്പമാണ്. ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാല്, ഇപ്പൊ മാരേജ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എടുക്കാന്ന് വെക്കാം. മാരേജിനെ നിങ്ങൾ എങ്ങനെയാ മനസ്സിലാക്കിയിട്ടുള്ളത്? വിവാഹം എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും സംഭവം? ഇത് എനിക്ക് അറിയണം താല്പര്യമുണ്ട് കേട്ടോ. കാരണം എല്ലാവർക്കും പല വ്യൂസ് ആയിരിക്കും. വിവാഹം ആവശ്യമാണോ വേണ്ടെന്നുള്ള ഡിസ്കഷൻ വേറെയാണ്. പക്ഷെ വിവാഹം എന്താണ് എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇത് ശരിക്കും ഒരു ആൻസർ വേണ്ട കാര്യമാണ് കേട്ടോ. ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ജസ്റ്റ് പ്ലീസ് ആൻസർ ദിസ്. കാരണം ദിസ് ഇസ് എൻ ഇൻട്രസ്റ്റിംഗ് തിങ് ഐ ഫീൽ. വിവാഹം എന്തായിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നത്? സ്ത്രീയും പുരുഷനും നല്ല മനസ്സിലാക്കിയിട്ട് ജീവിക്കുന്ന. ഓക്കെ, മുബീന അത് പറഞ്ഞു. ഇനി വേറെ ആർക്കാ? നമ്മളുടെ മരണം വരെ നമുക്ക് താങ്ങും തണലും ആരെങ്കിലും ഉണ്ടായിരിക്കണം. ഓക്കെ, ഐഷ എനിക്ക് ടൈപ്പ് ചെയ്തു. ഡോണ്ട് നോ റിയലി. എനിബഡി എൽസ്? വേറെ ആരെങ്കിലും പറയാനുണ്ടോ? മാം, നമുക്കൊരു പാർട്ട്ണർ വേണമെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ
നമ്മുടെ പങ്കാളിയായിട്ട് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വേണ്ട ഒരു സംഭവമാണ് ഈ മാരേജ് എന്ന് പറയുന്നത്. മനസ്സിലായി. ഇപ്പൊ വേറെ ആൾ പറഞ്ഞ സൊസൈറ്റിയിൽ ജീവിക്കാനുള്ള ഒന്നെന്ന് പറഞ്ഞു. എനിക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഡെഫിനിഷൻ ആയിട്ട് തോന്നി അഞ്ജലി. പക്ഷെ ഞാനിപ്പം അഭിറാം പറഞ്ഞത്, ഋതിക, മുബീന എല്ലാം പറഞ്ഞതിൽ വെച്ചിട്ടൊരു കാര്യം പറയാം. ഇപ്പൊ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് വിവാഹം എന്ന് പറയുന്ന ഒരു വേർഡിനെ നമ്മൾ വളരെ റൊമാൻറ്റിസൈസ് ചെയ്തിട്ടാണ് നമ്മളുടെ കൂടെ ഒരാള്, സ്നേഹിക്കാൻ ഒരാള്, ഒരുമിച്ച് ജീവിക്കാൻ ഒരാള്, ഒരുമിച്ച് സൊസൈറ്റിയിൽ നിൽക്കാൻ ഒരാള് എന്നുള്ള രീതിയിൽ കാണുന്നത്. അതൊരു റൊമാൻറ്റിസൈസ്ഡ് വേർഷൻ ആണെന്ന് പറയാൻ കഴിയും. കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുന്നതും ചുറ്റിനും കാണുന്നതും ആളുകൾ നമ്മളോട് പറയുന്നതും അങ്ങനെയാണ്. ജീവിത പങ്കാളി, അതാണ് വിവാഹം. പക്ഷെ ശരിക്കും പറഞ്ഞാൽ വിവാഹം അത് മാത്രമല്ല. അത് അതിന്റെ ഒരു ആസ്പെക്ട് ആണെങ്കിൽ കൂടി വിവാഹം ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഒരു ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള കാര്യമാണ്. വിവാഹത്തിന് നിയമത്തിൻ്റെതായ ചില കാര്യങ്ങളുണ്ടാവും. അതായത് ഇറ്റ് ഹാസ് എ ലീഗൽ ഇഫക്റ്റ്. നഹല പറയുന്ന ചുറ്റുമുള്ളവരെ സാറ്റിസ്ഫൈ ചെയ്ത് സാക്രിഫൈസ് ചെയ്യുക. ഇതെല്ലാം അതിന്റെ താങ്ക് യു നഹല. സോ ഇതെല്ലാം അതിന്റെ ഒരു എന്താ പറയാ പേഴ്സണൽ ആസ്പെക്ട് ആണ്, റൈറ്റ്? ഇപ്പം ആൾക്കാരെ സ്നേഹിച്ച് ഒരുമിച്ച് ജീവിക്കുക, സാക്രിഫൈസ് ചെയ്യുക, ഇതെല്ലാം അതിന്റെ പേഴ്സണൽ ആസ്പെക്ട് ആണ്. അതൊക്കെ തന്നെ വിവാഹം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരുമിച്ച് ജീവിച്ചാല്, ഇപ്പൊ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു വെച്ചോളൂ, അവർക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ ഇത് മതി. അപ്പൊ നമ്മൾ ഇതാണ് ചിന്തിക്കുന്നത്. എപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് വിവാഹം എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്, സന്തോഷമാണ്, അല്ലെങ്കിൽ പറയും ആൾക്കാരെ സൊസൈറ്റിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുമിച്ച് ജീവിക്കുക. ബേസിക്കലി അതാണ് അതിന്റെ അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ പറയുന്നു ഓക്കെ, ഹോമോസെക്ഷൽസിന് ഇതൊന്നും ആരും തടയുന്നില്ലല്ലോ, ഇപ്പൊ 377 ഡീക്രിമിനലൈസ് ചെയ്തല്ലോ, അപ്പൊ അവർ ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ട് എന്താണ് കുഴപ്പം? ആർക്കും കുഴപ്പമില്ല, പിന്നെ എന്തിനാണ് നിയമം വേണമെന്ന് പറയുന്നത്? അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ അവിടെ ഉണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് ബോധവാന്മാരാവേണ്ട ഒരു ആവശ്യം വരുന്നില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ അത്രയേറെ നോർമലൈസ്ഡ് ആയി പോയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ടി വരുന്നില്ല. പക്ഷെ വിവാഹത്തിന് നിയമവശങ്ങളുണ്ട്. നിയമപരമായിട്ടുള്ള പല അവകാശങ്ങളും വിവാഹം കൊണ്ട് നേടാൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പം ഒരു എക്സാമ്പിൾ പറയാം. പ്രോപ്പർട്ടിയുടെ ഇൻഹെറിറ്റൻസ്. ഇൻറ്റെസ്റ്റേറ്റ് ആയിട്ടുള്ള ഒരാൾ മരിച്ചു കഴിയുമ്പോൾ, അതായത് ബില്ലില്ലാതെ ഒരാൾ മരിച്ചു കഴിയുമ്പം അവരുടെ പ്രോപ്പർട്ടി എങ്ങനെ പോകും എന്നുള്ളതിനൊക്കെ നിയമപരമായിട്ട് വ്യക്തമായ ചട്ടങ്ങളുണ്ടല്ലോ. അതായത് ചട്ടങ്ങൾ എന്നുള്ള വേർഡ് കറക്റ്റ് ആണ് എനിക്കറിയില്ല. എന്താ പറയാ, ക്ലിയർ കണ്ടീഷൻസ് എന്ന് പറയാം. ക്ലിയർ കണ്ടീഷൻസ് ഉണ്ട്. ഇതൊക്കെ എങ്ങനെ പോവും, ഇതിന് ലീഗൽ ഫോർമാറ്റ് ഉണ്ട്, നിയമം അനുശാസിക്കുന്നുണ്ട് ഇതൊക്കെ എങ്ങനെ പോവും, ഈ പ്രോപ്പർട്ടി എന്താവും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം എന്താവും. ഓക്കെ, ഇനി ഒരു കുഞ്ഞിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ പേരൻസിന്റെ അടുത്തുള്ള ബെനിഫിറ്റ്സും ഈ പറഞ്ഞ പല കാര്യങ്ങളൊക്കെ കിട്ടും ഈ വിവാഹത്തിലൂടെ, വിവാഹം എന്ന് പറയുന്ന കാര്യത്തിലൂടെ. ഇനി വേറെ കാര്യം, ഈ ടാക്സ് കൊടുക്കുന്ന സമയത്ത് അങ്ങോട്ട് പരസ്പരം ഗിഫ്റ്റ് ചെയ്യാനുള്ള എളുപ്പം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി ഇതല്ലാതെ ഒരു വിസ എടുക്കാൻ പോവാണെന്ന് വെച്ചാൽ, ഒരു ട്രാവൽ വിസ അല്ല ഞാൻ പറയുന്നത്, ഇപ്പൊ ഒരു ഇവിടുന്ന് മാറുകയാണ്, ഇമിഗ്രേഷൻ നോക്കുകയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പെർമനന്റ് റെസിഡൻസ്, പിന്നെ അങ്ങനെയുള്ള സിറ്റിസൺഷിപ്പ്, ഇതിലൊക്കെ തന്നെ മാരേജ് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആയിട്ട് മാറുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇറ്റ്സ് ദെയർ അല്ലേ? ഈ പറയുന്ന ബെനിഫിറ്റ്സ് ഒന്നും ഒരാൾ ഹോമോസെക്ഷൽ ആയിരുന്നാൽ കിട്ടില്ല. അത് എത്ര ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് ആലോചിച്ച് നോക്കൂ. എത്ര ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഒരാളെ സ്നേഹിച്ച് അവരുടെ കൂടെ ജീവിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഒരു നാച്ചുറലി എനിക്ക് നിയമം കൊണ്ട് കിട്ടുന്ന കാര്യങ്ങളൊന്നും തന്നെ ഞാനൊരു ഹോമോസെക്ഷൽ ആണെങ്കിൽ എനിക്ക് കിട്ടാണ്ടായി പോവാണ് അവിടെ. സോ ഹൗ സാഡ് ഇസ് ദാറ്റ്, ഇല്ലേ? അപ്പൊ നമുക്ക് അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു ഇൻഡിപെൻഡന്റ് മൈൻഡിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഈ ജസ്റ്റിസ്, ഇൻജസ്റ്റിസ് എന്നുള്ള രണ്ട് ടെർമിനോളജിനെ പറ്റി കൂടുതൽ കോൺഷ്യസ് ആയിട്ട് ചിന്തിക്കാൻ പറ്റുള്ളൂ. അത് ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത്. ബിക്കോസ് ഈ സെക്ഷൽ മൈനോറിറ്റീസ് പലപ്പോഴും നിയമം വേണം എന്ന് പറയുന്ന ഇതുപോലുള്ള ഏരിയാസ് ആണ്. ഇനി നോക്കുകയെന്ന് വെച്ചാൽ ഇപ്പം അഡോപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പം സറോഗസി, ഈ പറയുന്ന എല്ലാ ഏരിയാസിലും മാരിഡ് ആയിട്ടുള്ള മാൻ ആൻഡ് വുമൻ തമ്മിൽ മാരി ചെയ്യുന്ന മാൻ ആൻഡ് വുമണിന് ഒരുപാട് പ്രിവിലേജസ് അവിടെ വരുന്നുണ്ട്. പക്ഷേ ആ പ്രിവിലേജസ് ഒന്നും തന്നെ ഹോമോസെക്ഷൽസിന് കിട്ടുന്നില്ല. കാരണം അവർക്ക് എങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റും? നിയമപരമായിട്ട് അവർക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല. അപ്പം അനാവശ്യമായിട്ട് അവരവിടെ സ്റ്റെപ്സ് എടുക്കേണ്ടി വരികയാണ്. അതായത് ബില്ല് എഴുതിയേ പറ്റുള്ളൂ. കാരണം ബില്ല് എഴുതിയിട്ടില്ലെങ്കിൽ ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാവും. എന്റെ പാർട്ട്ണർ ഒന്നും കിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഒരു കുട്ടീനെ ദത്തെടുക്കണമെങ്കിൽ ഒറ്റയ്ക്കേ ദത്തെടുക്കാൻ പറ്റില്ല, ഒരു കപ്പിളായിട്ട് ദത്തെടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഇഷ്ടം പോലെ ഇഷ്യൂസ് അവർ ഫേസ് ചെയ്യേണ്ടി വരും. ഇതുകൊണ്ടൊക്കെയാണ് ഇതിന് സ്പെസിഫിക് ആയിട്ടുള്ള നിയമനിർമ്മാണം വേണ്ടി വരുന്നു എന്ന് നമ്മൾ പറയുന്നത്. അതാണ് ആ ഒരു ആസ്പെക്ട് എനിക്ക് തോന്നുന്നത്. ഇത് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ?
മാം അതിനുള്ള നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ടോ? ഇല്ല, വന്നിട്ടില്ല. ഇപ്പോഴും എന്താ പറയാ, ഹോമോസെക്ഷൽസിന് കല്യാണം കഴിക്കാൻ പറ്റില്ല. കല്യാണം കഴിച്ചാലല്ലേ കല്യാണത്തിന്റെ അകത്തുനിന്ന് വരുന്ന അവകാശങ്ങൾ അവർക്ക് കിട്ടുള്ളൂ. അപ്പൊ എന്തുകൊണ്ടാ മാം അതിനൊരു ഇത് വരാത്തെ, ചേഞ്ച് വരാത്തെ? ബിക്കോസ് ആൾക്കാർ അതിനെ പറ്റി ചിന്തിച്ചു തുടങ്ങിയിട്ടില്ല, സമൂഹം ചിന്തിച്ചു തുടങ്ങിയിട്ടില്ല. അവര് ഈ റൈറ്റ്സിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു, അവർ കോടതി പോകുന്നു, അവിടെ നല്ലപോലെ ഡിസ്കഷൻസ് കാര്യങ്ങളൊക്കെ നടക്കുന്നു. പക്ഷെ സമൂഹം ഇതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ, മെയിൻ സ്ട്രീം ഡിസ്കഷനിലേക്കൊന്നും എത്തുന്നില്ല. കാരണം ഹോമോസെക്ഷുവാലിറ്റി ഇന്നും ഒരു ടാബുവായി നിൽക്കുന്നതുകൊണ്ട്. ഞാനും അൺഅവെയർ ആണ്. അപ്പൊ ഒരു വർഷം മുമ്പ് നമുക്ക് കേട്ടിരുന്നല്ലോ കേരളത്തിലെ ഒരു വിവാഹം നടന്നു എന്ന് പറഞ്ഞിട്ടൊക്കെ ഹോമോസെക്ഷൽ. എനിക്ക് തോന്നുന്നത് ഈ വിവാഹം നടക്കുന്നു എന്ന് പറയുന്ന ഒരു കൾച്ചറൽ ആയിട്ട് പോയിട്ട് മാല ഇടുന്നതിനായിരിക്കും ഇവര് വിവാഹം എന്ന് വിളിക്കുന്നത്. ലീഗലി ആയിരിക്കില്ല. ലീഗലി അല്ല. കാരണം ലീഗലി ഇപ്പോഴും കേസ് ഉണ്ട്. ഇപ്പൊ ഡൽഹി ഹൈക്കോർട്ടിൽ ഒരു കേസ് നടക്കുന്നുണ്ട്. വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി അറിയാൻ പറ്റും. ഹോമോസെക്ഷൽ മാരേജസിനെ പറ്റി ഡൽഹി ഹൈക്കോർട്ടിൽ ഇപ്പൊ ഒരു കേസ് പെൻഡിങ് ആണ്. അവിടെ ഗവൺമെന്റ് എനിക്ക് തോന്നുന്നു ഒരു അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇതൊരു ഏർജൻസി ഉള്ള ഒരു കേസല്ല, അപ്പൊ ഇപ്പൊ കേൾക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അപ്പം എല്ലാ നിയമങ്ങളും ഇങ്ങനെ ഹെറ്ററോനോമറ്റീവ് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് കിടക്കുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഈ മെറ്റേണിറ്റി ബെനിഫിറ്റ്, അതെന്താ ഈ മെറ്റേണിറ്റി ബെനിഫിറ്റ് സ്ത്രീകൾക്ക് മാത്രം കിട്ടാനുള്ള കാരണം? കരിയർ ഓറിയന്റഡ് ആയിട്ടുള്ള സ്ത്രീകൾ ഉണ്ടാവില്ലേ? കുഞ്ഞുങ്ങളെ നോക്കാൻ താല്പര്യപ്പെടുന്ന പുരുഷന്മാരുണ്ടാവില്ലേ? പെറ്റേണിറ്റി ബെനിഫിറ്റ് ഉണ്ട്, ഒരു 15 ദിവസം. അതെ, പക്ഷെ ഭയങ്കര കുറവല്ലേ? അത് ഞാൻ പറയാം. അപ്പൊ ഒരു ഹെറ്ററോസെക്ഷൽ കപ്പിൾ അല്ല ഹോമോസെക്ഷൽ കപ്പിൾ ഒരാളെ കുട്ടീനെ അഡോപ്റ്റ് ചെയ്ത് വെക്കുക, ആർക്ക് കിട്ടും ബെനിഫിറ്റ്? എങ്ങനെ കിട്ടും ബെനിഫിറ്റ്? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലായോ? അത് എല്ലാം പോകുന്നത് ഒരു ഹെറ്ററോനോമറ്റീവ് അണ്ടർസ്റ്റാൻഡിങ്ങിലാണ്. അതായത് ഇങ്ങനെയുള്ളൊരു എല്ലാരും സ്ത്രീയും പുരുഷനുമേ ഉള്ളൂ. ഇപ്പൊ പോട്ടെ, ട്രാൻസ്ജെൻഡർ ആക്ട് വന്നുകൊണ്ട് സ്ത്രീയും പുരുഷനും ട്രാൻസ്ജെൻഡറും ഉണ്ട്. എന്നാലും സ്ത്രീയും പുരുഷനും മാത്രമേ മെയിൻ ആയിട്ടുള്ളൂ. ആൻഡ് അവരുടെ ജീവിതത്തിൽ നോർമലി നമ്മൾ കൾച്ചറലി കണ്ടുവരുന്ന കാര്യങ്ങൾ മാത്രമേ ചുറ്റിനും നടക്കുന്നുള്ളൂ. അവർക്ക് ജീവിക്കാൻ വേണ്ടത് ഇന്നതൊക്കെയാണെന്നുള്ളത്, അതിനു വേണ്ടിയുള്ള നിയമങ്ങളും കാര്യങ്ങളുമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ ചെറിയ ആസ്പെക്ട് നമ്മളുടെ ജീവിതത്തിൽ നാച്ചുറലായിട്ട് കരുതുന്ന പല കാര്യങ്ങളും ഓട്ടോമാറ്റിക്കലി ഒരു കൂട്ടം ആൾക്കാർക്ക് നിഷേധിക്കപ്പെടുകയാണ്. അതാണ് ഇതിന്റെ ശരിക്കുള്ള പ്രശ്നം. ഇങ്ങനൊരു ഡിസ്കഷനിൽ നമുക്ക് ആക്ച്വലി എനിക്ക് ഇന്ന് പറ്റിയത് തന്നെ എനിക്ക് വലിയൊരു നല്ല പ്രിവിലേജ് ആയിട്ട് തോന്നാണ്. കാരണം ഇവിടെ ഇത്രയും നേരമായിട്ടും എനിക്ക് ആരുടെ വഴക്ക് കേട്ടില്ല. ബിക്കോസ് അതിനെപ്പറ്റി പറയുമ്പോൾ പോലും ആൾക്കാർക്ക് അതിനൊരു ഹ്യൂമൻ റൈറ്റ്സ് ഇഷ്യൂ ആയിട്ട് കാണാനുള്ള ഒരു മെന്റാലിറ്റിയിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. അതാണ് ഒരു പ്രശ്നം. കാരണം നോർമലി ട്രാൻസ്ജെൻഡേഴ്സോ അല്ലെങ്കിൽ സെക്ഷൽ മൈനോറിറ്റീസോ പറയുമ്പോൾ എന്തോ കുഴപ്പം പിടിച്ച ആൾക്കാരെന്നുള്ള രീതിയിലാണ് ആൾക്കാർ കാണുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള എല്ലാ ആളുകളും, പല ആളുകളും, ഇത് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ പെടുന്നതായാലും ഹോമോസെക്ഷൽ LGBTQ+ലുള്ള ഏത് ഐഡന്റിറ്റിയിൽ പെടുന്നവരാണെങ്കിലും they are also humans. Radhika പറയും, they are also human. They are, and they are very normal people who can achieve the same heights as you and me. നമ്മളുടെ ഇടയിലുള്ള ക്രൈംസ് പോലെ തന്നെ, ക്രൈംസ് കമ്മിറ്റ് ചെയ്യുന്ന ആൾക്കാരെ പോലെ തന്നെ അവരുടെ ഇടയിലും ഉണ്ടാവും. പക്ഷേ നമ്മളുടെ ഇടയിലുള്ള നല്ല മനുഷ്യരെ പോലെ അവരുടെ ഇടയിൽ നല്ല മനുഷ്യരുണ്ട്. വി ആർ ഓൾ ഹ്യൂമൻസ് അൾട്ടിമേറ്റ്ലി. അപ്പൊ ഈ ഒരു അൺനെസറി ക്ലാസിഫിക്കേഷൻ വെച്ചിട്ട് ഇങ്ങനെയുള്ള ആളുകൾ എന്തോ സൊസൈറ്റിനെ കറപ്റ്റ് ചെയ്യാൻ നടക്കുന്നത് പോലെയാണ് ഇപ്പോഴാണ് അത് പുറത്തേക്ക് ഇങ്ങനെ ഒരു ഡിസ്കഷനിൽ വരുന്നത്. താങ്ക് യു സുനേന. ഇപ്പൊ നമ്മുടെ ഈ കുട്ടികൾ തന്നെ മിക്കപ്പോഴും സ്റ്റാറ്റസ് ഇടുന്നതാണ് LGBTക്ക് വേണ്ടിയിട്ടും ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ടും അവരുടെ കൂടെ ഉണ്ടെന്നും ഗേ അതേപോലുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇവർ ചെയ്യുന്നതാണ്. പക്ഷേ നമ്മളത് ഇതേപോലുള്ള ഒരു സോഷ്യൽ മീഡിയയിലോ അതേപോലെ ഈ സ്റ്റാറ്റസുകളിൽ വെർച്വൽ ആയിട്ട് മാത്രം അതിനെപ്പറ്റി അറിയുന്നുള്ളൂ, സ്റ്റാൻഡ് ചെയ്യുന്നുള്ളൂ. അവരൊപ്പം ലീഗലായിട്ട് ഇതേപ്പറ്റിട്ട് യാതൊരുവിധ അറിവും ഇല്ല എന്നാണ് മേഡം പറയുമ്പോൾ എനിക്ക് തന്നെ മനസ്സിലാവുന്നത്. ഞങ്ങൾക്കൊന്നും ഇതിനെപ്പറ്റി യാതൊരുവിധ അറിവും ഇല്ല എന്ന്. അപ്പൊ ഈ സൊസൈറ്റി ഈ സമയത്താണെന്ന് തോന്നുന്നു സൊസൈറ്റി ഏറ്റവും കൂടുതൽ ഇതേപ്പറ്റി ചർച്ച ചെയ്യുന്നത്. ഇതേപോലൊരു ചർച്ചകൾ ഇവരെ പറ്റിയിട്ടൊന്നും ഇപ്പൊ മേഡം ഇതേപ്പറ്റി സംസാരിക്കുന്നില്ല. കാരണം ഈ സൊസൈറ്റി അതിനു വേണ്ടി എന്താണ് ഒരിക്കലും ഒരു സാമൂഹ്യ പശ്ചാത്തലം ഉള്ളത് കൊണ്ട് മാത്രമാണെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡിസ്കഷനിലേക്ക് എത്താൻ പറ്റില്ല. പല പ്ലാറ്റ്ഫോംസിലും ഇങ്ങനെ ഡിസ്കഷൻ കൊണ്ടുവന്നാൽ തന്നെ അവരുടെ പേരൻസ് എന്ത് പറയുന്നുള്ള ചോദ്യം വരും, വേറെ ഒരുപാട് ചോദ്യം വരും. ഇല്ലേ? CUNSS പേരെന്താ? ഞാൻ പേര് കാണുന്നില്ല.
ഞാനാണ് പ്രോഗ്രാം ഓഫീസർ NSSന്റെ. CNSS കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാഷണൽ സർവീസ് സ്കീമിന്റെ ഒഫീഷ്യൽ നെയിമാണത് മാഡം. മിഥുൻ. അല്ല, സ്വന്തം പേരെന്തായിരുന്നു? എന്താ ഞാൻ പറഞ്ഞു വിളിക്കുക? മിഥുൻ. ഓക്കെ, മിഥുൻ. അപ്പം ഞാൻ പറയുന്ന മിഥുൻ എന്താ വെച്ചാല്, ഓക്കെ, എനിക്ക് വേറൊരു ചോദ്യം വന്നു ഇവിടെ. എങ്ങനെയാണ് മാം ഈ സ്റ്റീരിയോടൈപ്പ് ബ്രേക്ക് ചെയ്യുക? സാർ പറഞ്ഞ ശരിയാണ്, ഇതൊന്നും അറിയേണ്ടായിരുന്നില്ല. ദിസ് ഇസ് ട്രൂ. അപ്പൊ ഞാൻ പറയുന്നത് നമ്മളുടെ ആ ഒരു ബയസിനെ ഓവർകം ചെയ്യാൻ, ഈ സ്റ്റീരിയോടൈപ്പിനെ ബ്രേക്ക് ചെയ്യാൻ നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചിന്തിക്കുക എന്നുള്ളൊരു ഒറ്റ വഴിയേ ഉള്ളൂ. വേറെ ഒരു വഴിയുമില്ല. കാരണം നമ്മളെല്ലാരും ബേസിക്കലി എല്ലാത്തിലും ഇൻക്ലൂഡ് ചെയ്യുന്നു എന്ന് അല്ലാതെ ബാക്കി കാര്യങ്ങളെ കുറിച്ച് നോ ഐഡിയ. അതാ, ഈ എല്ലാത്തിലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഇവരെ ഈ ബൈനറിയിലോട്ട് ഫിറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. അതായത് ഇപ്പം 2 ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാർ കല്യാണം കഴിച്ചാൽ ഇതിലേതാ ഭാര്യ ഇതിലേതാ ഭർത്താവ് എന്ന് ചോദിക്കും. കേട്ടിട്ടുണ്ടോ അങ്ങനെ? കുറെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ. അതാ, അതിൽ എപ്പോഴും ചോദിക്കും ഇതിൽ ഭാര്യ ഏതാ ഭർത്താവ് ഏതാന്ന്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാല് ഭാര്യയും ഭർത്താവും വേണം, കാരണം മാൻ ആൻഡ് വുമൺ ഇങ്ങനെയാണല്ലോ എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ആ ചോദ്യം വരുന്നത്. അവരുടെ ഇടയിലുള്ള ഒരു ബന്ധം ഒരു ആണിന്റെയും പെണ്ണിന്റെ ഇടയിലുള്ള ബന്ധമാണ് എന്ന് എങ്ങനെയാണ് നമ്മൾ അസ്യൂം ചെയ്യുക? ശരിയല്ലേ? അവരുടെ ഇടയിലുള്ള ബന്ധവും അവരുടെ ഇടയിലുള്ള സോഷ്യൽ ആയിട്ടുള്ള കണ്ടീഷൻസും കാര്യങ്ങളും നമ്മളുടെ ഇടയിലുള്ള ഒരു സ്ത്രീയുടെയും പുരുഷന്റെ ഇടയിലുള്ള ഒരു ബന്ധമായിട്ട് എങ്ങനെ കാണാൻ പറ്റും? ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ആണ് പലപ്പോഴും നമ്മളുടെ ചുറ്റിനും നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അവയർനെസ് വരാനും ഈ സ്റ്റീരിയോടൈപ്പ് ബ്രേക്ക് ചെയ്യാനും നമ്മൾ സ്വന്തമായിട്ട് തോട്ട് കൊടുത്ത് ആലോചിക്കുക എന്നുള്ളൊരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. ആൻഡ് പരമാവധി നമ്മളുടെ അടുത്ത് വ്യത്യസ്തമായിട്ടുള്ള ആളുകളെ കേൾക്കാനും അവരുടെ പേഴ്സ്പെക്റ്റീവ്സ് കാണാനും ഉള്ള ഒരു കഴിവ് സ്വയം ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത്. കാരണം നമ്മൾ ഹോമോസെക്ഷൽ പേഴ്സൺ ഹെറ്ററോസെക്ഷൽ പേഴ്സൺ മാരി ചെയ്യുന്നത് ലീഗലാണോ? ഓക്കെ, ഹോമോസെക്ഷൽ പേഴ്സണും ഹെറ്ററോസെക്ഷൽ പേഴ്സണും മാരി ചെയ്യുന്നതുകൊണ്ട് ലീഗലി പ്രശ്നമൊന്നും വരുന്നില്ല. പക്ഷേ അവരുടെ ഇടയിൽ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് നോർമലി കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിൽ ഒരാൾക്ക് കോഓപ്പറേറ്റ് ചെയ്യാത്ത പാർട്ട്ണർക്ക് അതിനെ ക്രൂവൽറ്റി ആണ് എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കാൻ പറ്റും. ബിക്കോസ് സെക്സ് ഡിനൈ ചെയ്യുന്നത് ക്രൂവൽറ്റി ആണല്ലോ മാരേജിന്റെ ഉള്ളിൽ. കണ്ടിന്യൂസ് ആയിട്ട് സെക്സ് ഡിനൈ ചെയ്യുന്നത് ബൈസെക്ഷൽ എന്ന് പറയുന്നു. യെസ്, ബൈസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. ഇതൊന്നും ഇല്ലാതെ ഏസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഏസെക്ഷൽ കേട്ടിട്ടുണ്ടോ? ഇല്ല മാഡം. ഏസെക്ഷൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൽ ഓറിയന്റേഷനും ഉണ്ട്. ഏസെക്ഷൽ എന്ന് പറയുന്നവർക്ക് എന്താ പറയാ, സെക്ഷൽ ആക്ടിവിറ്റിയിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അതായത് 2 രീതിയിൽ പറയാണ്ട്, ഒന്ന് ആബ്സെൻസ് ഓഫ് സെക്ഷൽ ഓറിയന്റേഷൻ അല്ലെങ്കിൽ ലോ ഇൻട്രസ്റ്റ് ഇൻ സെക്സ്. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. അവരൊക്കെ കല്യാണം കഴിച്ചാൽ എന്ത് ചെയ്യും? നമ്മളുടെ ഒരു കോമൺ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വിവാഹം എന്ന് പറയുന്നതിൽ നോർമലി സെക്ഷുവാലിറ്റി ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു കൺവെൻഷണൽ സെക്ഷുവാലിറ്റി ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് അവർ കടന്നു ചെന്നാൽ അവരെങ്ങനെ അവിടെ ജീവിക്കും? അപ്പൊ ഇതുപോലുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഇതെല്ലാം അഡ്രസ് ചെയ്യണമെങ്കിലോ ഈ സ്റ്റീരിയോടൈപ്സ് ബ്രേക്ക് ചെയ്യണമെങ്കിലോ നമ്മൾ സ്വന്തമായിട്ട് നമ്മളുടെ സ്വന്തം ഒരു വോയിസ്, നമ്മളുടെ സ്വന്തം ഒരു മനസ്സും നമ്മൾ ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. ആൻഡ് ചുറ്റിനും ഉള്ള കാര്യങ്ങളോട് കൂടുതൽ ഒബ്സർവന്റ് ആവുക, ബാക്കിയുള്ളവർക്ക് പറയാൻ ഉള്ള കാര്യങ്ങൾ കേൾക്കാൻ സാധിക്കുക. അത് പറഞ്ഞു, ജീവിതത്തിൽ ജീവിക്കാൻ സെക്സ് ആവശ്യമല്ലല്ലോ എന്ന് ഋതിക പറയുന്നു. ഓക്കെ, ഒരുപാട് പേർക്ക് അത് ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ ഒരുപാട് പേർക്ക് ബാക്കിയുള്ള ഇപ്പം എല്ലാ നീഡ്സും പോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നീഡായിരിക്കും സെക്ഷുവാലിറ്റി. അങ്ങനെ സെക്ഷൽ നീഡ്സ് ഉള്ള ഒരാള് സെക്ഷൽ നീഡ്സ് ഇല്ലാത്ത ഒരാളെ വിവാഹം കഴിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും? കാരണം ഇവിടെയുള്ള പല മാരേജസിലും മാരേജിന് മുമ്പ് എന്തിലേക്കാണ് കടന്നു ചെല്ലുന്നതെന്ന് ഒരു ഐഡിയ ഇല്ലാതെയാണ് ആൾക്കാർ കടന്നു ചെല്ലുന്നത്. ഒരു സെക്ഷൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ ഇനിയും വരാൻ കിടക്കുന്നേ ഉള്ളൂ. ഇനി സെക്സ് എഡ്യൂക്കേഷന്റെ കാര്യം എടുത്താൽ ഇവിടെയുള്ള സെക്സ് എഡ്യൂക്കേഷൻ നടക്കുന്നതിൽ ചില കോമൺ ഫാക്ടേഴ്സ് ആർക്കെങ്കിലും പറയാമോ? സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എന്ത് സെക്സ് എഡ്യൂക്കേഷൻ നമ്മൾ കണ്ടിട്ടുള്ളത് നമ്മുടെ ചുറ്റിനും? സെക്സ് ഓർഗൻസിന്റെ ചിത്രം വരക്കുക, അത്രയാണ് ആകെ സെക്സ് എഡ്യൂക്കേഷൻ എന്നിട്ട് നമുക്ക് തരുന്നത്. അപ്പൊ ആ പാഠം ഞങ്ങൾക്കൊന്നും ആ പാഠം ട്രൂലിയാണ്, അത് ഞങ്ങൾക്ക് എടുത്തിട്ടില്ല. ഞങ്ങൾ 10th പഠിക്കുമ്പോ എങ്ങനെ അത് നമ്മുടെ ഇപ്പോ ഓവറിയും ഇതൊക്കെ വരക്കാൻ പഠിപ്പിച്ചെന്നല്ലാണ്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് അത് വരക്കാൻ പഠിപ്പിക്കാന്നല്ലാണ്ട് ആ പാഠത്തിലൊന്നും തന്നെ ഇന്ന് വരെ ഞങ്ങൾക്ക് എടുത്തിട്ടില്ല അത്. അപ്പൊ അതാണ് സെക്സ് എഡ്യൂക്കേഷൻ. യെസ്, താങ്ക് യു നിംനാസ്. വേറെ ആള് ഇവിടെ വേറെ കോണ്ടം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു.
ഓക്കെ, ഇത് ഇങ്ങനെയൊക്കെ നിംനാസ് പറഞ്ഞതും ഇപ്പൊ വേറെ എന്നോട് ഇപ്പം ആരായിരുന്നു അത്, ആരാന്ന് ഞാൻ കണ്ടില്ല, പേര് ഞാൻ ശ്രദ്ധിച്ചില്ല. ഐഷ പറഞ്ഞു, വേറെ കോണ്ടം പറഞ്ഞു. ഈ പറഞ്ഞ 2-3 കാര്യങ്ങൾ. ഓക്കെ, കോണ്ടംസ് ഫൈൻ, സെക്ഷൽ ഓർഗൻസ് ഫൈൻ. ഓക്കെ, മേ ബി മാക്സിമം സെക്ഷൽ ഇന്റർകോഴ്സ് എന്താണ് എന്നും കൂടെ പറയും, മാക്സിമം. ഓക്കെ, അത് പറയുന്നത് നോർമലി ഈ പറഞ്ഞ പോലെ സെക്ഷൽ ടെർമിനോളജിയിലായിരിക്കും, അതായത് മെഡിക്കൽ ടെർമിനോളജിയിലായിരിക്കും. സീമൻ, ഓവം, ഇത് അങ്ങനെ ഫെർട്ടിലൈസേഷൻ, ഈ രീതിയിലായിരിക്കും സംസാരിക്കുക. പക്ഷെ അതാണോ നമ്മളൊരു സമൂഹമായിട്ട് സെക്സിനെ മനസ്സിലാക്കേണ്ടത്, അങ്ങനെയാണോ എന്നുള്ള ചോദ്യം വരും. കാരണം സെക്സ് എന്ന് പറയുന്ന ഒരു കാര്യം വളരെ പേഴ്സണൽ, പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ അതിനൊരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗിലേക്ക് വന്നാൽ മാത്രമേ സെക്ഷൽ ഓറിയന്റേഷൻ എന്താന്നുള്ളൊരു ചോദ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. ഈ സെക്ഷൽ ഓറിയന്റേഷൻ എന്താന്നുള്ള ചോദ്യത്തിലേക്ക് എത്താൻ പറ്റിയാൽ മാത്രമേ നമുക്ക് ഈ LGBTQ+ എന്നുള്ള ഫുൾ സ്പെക്ട്രത്തിനെ മനസ്സിലാക്കാനും അവർ ഫേസ് ചെയ്യുന്ന ഇൻജസ്റ്റിസ് എന്താണെന്ന് മനസ്സിലാക്കാനും നമുക്ക് സാധിക്കുള്ളൂ. അപ്പൊ ഈ സെക്സ് എഡ്യൂക്കേഷൻ ഞാൻ പറയാം ഒരു പ്രൈമറി പ്രോബ്ലം ഞാൻ കണ്ടിട്ടുള്ളത് എന്താ വെച്ചാൽ, സെക്സ് എഡ്യൂക്കേഷനിൽ നോർമലി ടീനേജേഴ്സിനാണ്, 18 വയസ്സിന് താഴെയുള്ളവർക്കാണ് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതെങ്കിൽ നോർമലി ഒരു അസംഷൻ ഉണ്ട്, ഇവര് അബ്സ്റ്റിനൻസ് പാലിക്കുന്നവരാണ്, അതായത് അവർ ഒരു രീതിയിലുള്ള സെക്ഷൽ ഇന്ററാക്ഷൻ നടക്കാത്ത ആളുകളാണെന്നുള്ളത്. ഇനി ശരിക്കും പറഞ്ഞാൽ 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോഴും ഇതേ ഒരു അസംഷനിലാണ് ആൾക്കാർ പോകുന്നത്, അതായത് ഇവർ ഒരു രീതിയിലുള്ള സെക്ഷൽ ഇന്ററാക്ഷനും ഇല്ലാത്ത ആളുകളാണെന്നുള്ളത്. അങ്ങനെയുള്ളപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സെക്ഷൽ സേഫ്റ്റിനെ പറ്റിയുള്ള ഡിസ്കഷൻ വരുന്നില്ല. കോണ്ടം യൂസ് ചെയ്യുമെന്ന് പറയുന്നു, കോണ്ടം എങ്ങനെ യൂസ് ചെയ്യണം എന്ന് പറയുന്നില്ല. അല്ലെങ്കിൽ ഇപ്പം സെക്ഷൽ സേഫ്റ്റി എന്താണെന്നോ കോൺട്രസെപ്റ്റീവ്സ് എന്താണെന്നോ ഒന്നും പറയുന്നില്ല, എവിടെ ആരും പറയുന്നില്ല. വിവാഹം കഴിച്ചു കഴിഞ്ഞ് ഒരു പ്രഗ്നൻസി വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ പോലും പെട്ടെന്ന് പ്രഗ്നന്റ് ആവുന്നു. അപ്പം അബോർഷന്റെ മേലെയുള്ള മറ്റേ മോറൽ ആർഗ്യുമെന്റ്സും കാര്യങ്ങളൊക്കെ അപ്പൊ തന്നെ വരും. പിന്നെ നാച്ചുറലി ഈ പറഞ്ഞ ആ ഒരു സ്ട്രഗിൾ തുടങ്ങുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ, ഇങ്ങനെയുള്ള അനീതികൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവയർനെസ് ആണ് കൊടുക്കേണ്ടത്, ആ അറിവ് നേടുക. അതാണ് അതിന്റെ ഒരു പ്രൈമറി ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ ഈ സെക്സ് എഡ്യൂക്കേഷന്റെ ഭാഗത്ത് തന്നെ എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ പോലെ നമ്മൾ പല എന്താ പറയാ ഓറിയന്റേഷൻസിനെ പറ്റി, പല ജെൻഡേഴ്സിനെ പറ്റി, പല ടൈപ്സ് ഓഫ് സെക്സിനെ പറ്റി ഒക്കെ, പല ടൈപ്പ് ഓഫ് സെക്ഷൽ ആക്ടിവിറ്റീസിനെ പറ്റിയിട്ട്, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസിനെ പറ്റി, ഇൻഫെക്ഷൻസിനെ പറ്റിയിട്ടും ഒക്കെ ബോധവാന്മാരാക്കുന്ന ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള കാര്യമാവണം സെക്സ് എഡ്യൂക്കേഷൻ. അതേപോലെ തന്നെ കൺസെന്റ് ഒന്നും നമ്മളുടെ ഒരു സെക്സ് എഡ്യൂക്കേഷൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതേ ഞാൻ കണ്ടിട്ടില്ല. എന്താണ് കൺസെന്റ് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചാല് പലർക്കും ഇത് എന്താണെന്ന് പോലും പറയാൻ അറിഞ്ഞൂടാ. ശരിയല്ലേ ഞാൻ പറയുന്നത്? ഡിസഗ്രീമെന്റ് ഉണ്ട് ആർക്കെങ്കിലും? ശരിയാണ്. ഇനി ഒരു എക്സാമ്പിൾ പറയാം. ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ ഒരു ബോയ് ഫ്രണ്ട്, ഓക്കെ ബോയ് ഫ്രണ്ട് എന്ന് പറയാം, ഹസ്ബൻഡ് എന്ന് പറയുന്നില്ല, കാരണം മാരിറ്റൽ റേപ്പ് ഇന്ത്യയിൽ റെക്കഗ്നൈസ്ഡ് അല്ല. അതുകൊണ്ട് മാരിറ്റൽ റേപ്പിനെ പറ്റി പറയുന്നത്, ഒരു ബോയ് ഫ്രണ്ട് പറയുന്നു ഐ വോണ്ട് ടു ഹാവ് സെക്സ് വിത്ത് യു എന്ന് പറയുന്നു, ഒരു ഗേൾ അഗ്രി ചെയ്യുന്നില്ല. പക്ഷെ പിന്നെ പതുക്കെ ഫോഴ്സ് ചെയ്ത് അഗ്രി ചെയ്യിപ്പിക്കുകയാണ്. അപ്പൊ അഗ്രി ചെയ്തു, അവിടെ കൺസെന്റ് ഉണ്ടോ ശരിക്കും? ഇല്ലല്ലോ. അത് ഞാൻ പറയുന്നത് ആ ഒരു കൺസെന്റ് ഇല്ലായ്മ, അല്ലെങ്കിൽ എന്തൂസിയാസ്റ്റിക് കൺസെന്റ് എന്താണ്, അല്ലാതെ ഫോഴ്സ് ചെയ്ത് മേടിച്ച കൺസെന്റ് എന്താണ്, ഈ പറയുന്ന ഡിഫറൻസസ് ഒന്നും തന്നെ ആൾക്കാർക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നമ്മൾ വളർത്തിയെടുക്കുകയാണ് സെക്സ് എഡ്യൂക്കേഷൻ വഴി ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിക്കേണ്ടത്. മര്യാദക്ക് ഇത് ഫ്രീ കൺസെന്റ് മാത്രമാണ്. ഫ്രീ കൺസെന്റ് ഇല്ലെങ്കിൽ അവിടെ റേപ്പ് വന്നു ഓൾറെഡി. അപ്പം അങ്ങനെയുള്ള ഡിസ്കഷനിലേക്ക് ആൾക്കാർക്ക് എത്താൻ പറ്റുന്നില്ല, ആ ഒരു തോട്ട് പ്രോസസ്സിലേക്ക് എത്താൻ പറ്റും. ഇതുകൊണ്ടൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ഈ അനീതികൾ ഇങ്ങനെ കൂടി വരുന്നത്. കാരണം ബാക്കിയുള്ളവരുടെ പെർസ്പെക്റ്റീവിൽ നിൽക്കാനോ ഇതുപോലെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചിന്തിക്കാനോ ആളുകൾക്ക് സാധിക്കുന്നില്ല എന്നുള്ള പ്രശ്നം. കാരണം നമ്മളുടെ ചുറ്റിനുമുള്ള മീഡിയ, ചുറ്റിനുള്ള ലൈഫ്, നമ്മളുടെ കുടുംബം, നമ്മളുടെ ഫ്രണ്ട്സ്, ഫാമിലി, വായന എല്ലാം തന്നെ നമ്മളുടെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചിന്തിക്കുന്ന മനസ്സിനെ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ എന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുന്നോ അന്നേ നമുക്ക് ഈ സ്റ്റീരിയോടൈപ്സിന്റെ അകത്തുനിന്ന് പുറത്തു വരാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് ജെന്യുവൻ ആയിട്ടും തോന്നുന്നുണ്ട്. ആൻഡ് ഐ ഫീൽ ദറ്റ് നമ്മൾ അങ്ങനെ ചിന്തിച്ചു തുടങ്ങണം. പ്രത്യേകിച്ചും വളരെ ചെറുപ്പമായിട്ടുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ചിന്തിച്ചു തുടങ്ങണം. കാരണം അവരിൽ നിന്നാണ് ചേഞ്ച് എപ്പോഴും തുടങ്ങുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചാലും ഞാൻ ഡീൽ ചെയ്യുന്ന ആൾക്കാരെല്ലാം ഒരു 30 വയസ്സിന് മേളിലേക്ക് 40 വയസ്സിന് മേളിലേക്കുള്ള ആൾക്കാരായിരിക്കും പൊതുവെ. അപ്പം അവര് കുറച്ചുകൂടെ പഴയ ഒരു ജനറേഷനാണ്. അവരുടെ അടുത്ത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനേക്കാളും എളുപ്പം ഒരു 18 മുതൽ 29 വരെയുള്ള പ്രായപരിധിയിലുള്ള ആൾക്കാരോടായിരിക്കും. ആവാം, ആവാതിരിക്കാം, ആവാം. പക്ഷെ
ആ ഒരു സൊസൈറ്റിയിൽ ചേഞ്ച് എപ്പോഴും വരുന്നത് ചെറുപ്പക്കാരിൽ നിന്നാണ് പൊതുവെ കാണാറുള്ളത്. അപ്പം ഇതും എന്റെ ബയസായിരിക്കാം. അതാ ഞാൻ പറയുന്നത്. ഞാൻ ഒരു കാര്യം പറയുമ്പോൾ പോലും ഞാൻ പറയുന്നത് ശരിയാണ് തെറ്റാണെന്ന് അവനാൻ ചിന്തിക്കുന്ന അടുത്താണ് ശരിക്കുള്ള ഒരു സോഷ്യൽ ചേഞ്ച് തുടങ്ങുന്നത്. ആ ഒരു ഡയറക്ഷനിലാണ് അനീതി എന്താ നീതി എന്താണ്, എല്ലാവർക്കും നീതി ലഭിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലേക്ക് നമുക്ക് എത്താൻ പറ്റുക. ആൻഡ് ഐ തിങ്ക് ഇങ്ങനത്തെ ഒരു ഡിസ്കഷൻ സ്റ്റെറപ്പ് ചെയ്യാന്നുള്ളതായിരുന്നു എന്റെ ഒരു ആഗ്രഹം ഇന്നത്തെ ടോപ്പിക്കിന്. ഐ ഹോപ്പ് ഐ ബീൻ ഏബിൾ ടു ഡു ദാറ്റ് ആൻഡ് ഐ ഹോപ്പ് ദിസ് ഇസ് ബിൻ ഫെയർലി പ്രൊഡക്റ്റീവ്. എനിക്ക് അറിഞ്ഞൂടാ അത് പ്രൊഡക്റ്റീവ് ആയിരുന്നു എന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നു സ്വന്തമായിട്ട് ജസ്റ്റിസ് എന്താണ് ഇൻജസ്റ്റിസ് എന്താണെന്ന് ചിന്തിക്കാനുള്ള ഒരു താല്പര്യം ജനിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കട്ടെ. അങ്ങനെ നിർത്തുന്നു. കാരണം ഇപ്പം 5 മിനിറ്റേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു 7 മണിക്ക് വൈൻഡ് അപ്പ് ചെയ്യണം. ഇവിടെ 51+ ആൾക്കാരുണ്ട്. സോ താങ്ക് യു എവരിവൺ. സുനീന മിസ് എന്താ പറയാ, ഞങ്ങള് ഇതുവരെ ചിന്തിക്കാത്ത പല എന്താ പറയാ ഡയറക്ഷനേക്കും ഇപ്പൊ ഞങ്ങള് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കുറെ കാര്യങ്ങള് അറിയാത്തത് ഉണ്ടായിരുന്നു പേഴ്സണലി ആയിട്ടുണ്ടെങ്കിലും. ഇപ്പൊ വേറെ നമ്മളിപ്പം ബാക്കിയുള്ള കുട്ടികളെ നോക്കുകയാണെങ്കിൽ കുറെ പേർക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ജസ്റ്റ് പണ്ട് എവിടെയോ കേട്ടുപോയത് അല്ലെങ്കിൽ ചുമ്മാ കേട്ടുപോയ കുറെ കാര്യങ്ങളൊക്കെ ആയിട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എന്താ പറയാ നമുക്ക് ഇനിയിപ്പം എന്താ പറയാ നമ്മൾ കുറെ കാര്യങ്ങള് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കുറെ കാര്യങ്ങള്. അപ്പോ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും പറഞ്ഞതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ക്ലാരിഫൈ ചെയ്യാം കേട്ടോ. എത്ര എന്താ പറയാ എത്ര ഓക്വേർഡ് ആയിട്ടുള്ള സംശയമാണെങ്കിലും എനിക്ക് അറിയാവുന്ന രീതിയിലും ക്ലാരിഫൈ ചെയ്യാം. യു ക്യാൻ ആസ്ക് മീ എനിത്തിങ്. അങ്ങനെ ഒരു എംബാരസ്മെന്റിന്റെ ആവശ്യമില്ല. എനിത്തിങ് അറ്റ് ഓൾ. ശരിക്കും പറഞ്ഞാലേ ഒരു പേഴ്സണൽ ഇന്ററാക്ഷന്റെ ആ ഫീൽ ഇല്ലാത്തത് ഭയങ്കര കഷ്ടല്ലേ ഇപ്പോഴത്തെ കാലത്ത്. ഓക്കെ ഇല്ല സുനാന, ഐ ഡോണ്ട് തിങ്ക് എനിബഡി ഹാസ് ഡൗട്ട്സ്. നഹല എന്തോ ചോദിച്ചു. അതെ, സംഭവം എന്താ വെച്ചാൽ ഇപ്പൊ നമ്മുടെ ഫാമിലിനോട് ഇപ്പൊ എനിക്ക് ഇങ്ങനത്തെ ഒരു സെക്സ്വാലിറ്റി ആണ് ഉള്ളത് തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ഫാമിലി നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല. ഇപ്പോ നമ്മൾ ഇൻഡിപെൻഡന്റ് അല്ലാത്തടത്തോളം കാലം അപ്പൊ നമ്മളെ സംരക്ഷിക്കാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ സമൂഹത്തില്? ഓക്കെ, അതായത് പേരൻസ് എന്താ പറയാ, അപ്പൊ മൈനേഴ്സ് ആണെങ്കിൽ പേരൻസിന് കുട്ടികളെ അബാൻഡൻ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. മൈനേഴ്സിനെ അബാൻഡൻ ചെയ്യാൻ പാടില്ല. അവർക്ക് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഒരുപാട് പ്രിവിലേജസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ മൈനേഴ്സ് എല്ലാം മേജർ ആയി കഴിഞ്ഞാലും എനിക്കൊന്ന് മെയിൻ്റനൻസ് ഈ ഓക്കെ 125 CRPC എന്ന് പറഞ്ഞൊരു പ്രൊവിഷൻ ഉണ്ട്. ഞാൻ ജസ്റ്റ് അത് എടുത്ത് വായിക്കാം. അപ്പം നഹലയുടെ ആൻസർ വരും അവിടെ. ഈ 125 CRPC എന്ന് പറയുന്നത് മെയിൻ്റനൻസിന്റെ ഒരു പ്രൊവിഷൻ ആണ്. ഓക്കെ, അതിൽ പറയുന്നത് അതിലൊരു ക്ലോസ് ആയിട്ട് പറയുന്നതാണ് 125 ക്ലോസ് 1 ക്ലോസ് സിയിൽ പറയുന്നതാണ് ഹിസ് ലെജിറ്റിമേറ്റ് ഓർ ഇല്ലെജിറ്റിമേറ്റ് ചൈൽഡ്. ഇത് ഓക്കെ വൈഫ്സിനെ ചിൽഡ്രനെയും പേരൻസിനെയും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഡ്യൂട്ടി ഒരാൾക്ക് കൊടുക്കുന്നതാണ്. അപ്പം ഇഫ് എനി പേഴ്സൺ ഹാവിംഗ് സഫിഷ്യന്റ് മീൻസ് നെഗ്ലെക്ട്സ് ഓർ റെഫ്യൂസസ് ടു മെയിൻറ്റെയിൻ ഹിസ് വൈഫിനെ മെയിൻറ്റെയിൻ ചെയ്യണം. ഹിസ് ലെജിറ്റിമേറ്റ് ഓർ ഇല്ലെജിറ്റിമേറ്റ് മൈനർ ചൈൽഡ്, അതായത് മൈനർ ചൈൽഡിനെ മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ ഹിസ് legitimate child not being a married daughter who has attained majority where such child is by reason of any mental or physical abnormality or injury is unable to maintain herself. അപ്പം എന്താ പറയാ, ഇങ്ങനെയുള്ള സർക്കംസ്റ്റാൻസിലൊക്കെ തന്നെ ആ പറയുന്ന ആളുകൾ, ഇതിൽ വേറെയും കുറെ കാറ്റഗറീസ് ഉണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല, മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളൊരു കാര്യമുണ്ട്. അതേപോലെ തന്നെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അനുസരിച്ചിട്ടും പേരൻസിന് കുട്ടികളെ അങ്ങനെ അബാൻഡൻ ചെയ്യാൻ പറ്റില്ല, മൈനേഴ്സിനെ. പക്ഷെ മേജർ ആയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പല പ്രൊട്ടക്ഷൻസും തീരും. അപ്പൊ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പൊ ആകെ നമുക്ക് ചെയ്യാൻ പറ്റുക അങ്ങനെയുള്ള സ്റ്റീരിയോടൈപ്സ് ബ്രേക്ക് ചെയ്യാൻ പേരൻസിലേക്കും കൂടി ഈ അവയർനെസ് എത്തിക്കുക എന്നുള്ളതാണ്. അതായത് ഇത് ശരിക്കും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ഹെറ്ററോസെക്ഷൽ സിസ്ജെൻഡർ ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു കാര്യമാണ്. കാരണം റെസ്പോൺസിബിലിറ്റി ആണെന്ന്. കാരണം പലപ്പോഴും ഒരു തേർഡ് പേഴ്സന്റെ പെർസ്പെക്റ്റീവ് എങ്കിലും അവരുടെ പേരൻസിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ ഈ മെസ്സേജ് കുറെ കൂടി സമൂഹത്തിൽ സ്പ്രെഡ് ആവാനും ഇത് നോർമലൈസ് ആവാനും ഇതുപോലുള്ള പ്രൊട്ടക്ഷൻസ് നിഷേധിക്കപ്പെടാതിരിക്കാനും ഒക്കെ ആക്കാനായിട്ട് നമുക്ക് പറ്റുമെന്ന് തോന്നുന്നത്. നാല ആക്ച്വലി സെയിങ് ഒരുപാട് ഓർഗനൈസേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവരുടെ റൈറ്റ്സിന് വേണ്ടി വർക്ക് ചെയ്യുന്നത്. എന്നിരുന്നാലും
പേരൻസിന്റെ സപ്പോർട്ട് അവർ തന്നെ തരേണ്ട സപ്പോർട്ടാണ് ആഫ്റ്റർ യു അറ്റൈൻ മെജോറിറ്റി. അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുക ഈ പറഞ്ഞ സ്റ്റീരിയോ ടൈപ്സ് അവരുടെ മനസ്സിലും ബ്രേക്ക് ചെയ്തെടുക്കുന്ന രീതിയിലുള്ള എഡ്യൂക്കേഷൻ ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ള റെസ്പോൺസിബിലിറ്റിയാണ്. അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ ഈ സ്റ്റേജിൽ. പക്ഷെ അങ്ങനെയുള്ള പേരൻസ് ഇവരെ ഉപദ്രവിക്കുകയാണെങ്കിൽ അതിനുള്ള പ്രൊട്ടക്ഷൻ ഉണ്ട്. ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു. ഹലോ മാം. യെസ് കൃഷ്ണേന്ദു, പറയൂ. നമുക്കിപ്പോ മാരേജ് കഴിഞ്ഞ കപ്പിൾസ് ആണെങ്കിലും ഇപ്പൊ നമ്മുടെ പാർട്ട്ണർക്ക് സെക്ഷൽ ആക്ടിവിറ്റിയിൽ അപ്പൊ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ആളെ ഫോഴ്സ് ചെയ്തിട്ട് ചെയ്യിക്കുന്നതും റേപ്പ് പോലെയല്ലേ? മാരിറ്റൽ റേപ്പ് ഇന്ത്യയിൽ റെക്കഗ്നൈസ്ഡ് അല്ല കൃഷ്ണേന്ദു. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതായത് മാരിറ്റൽ റേപ്പിന് ഇന്ത്യയിൽ ഒരു എന്താ പറയാ, അതിനെ റേപ്പായിട്ട് കാണുന്നില്ല. അതായത് വിവാഹത്തിനകത്ത് നടക്കുന്ന റേപ്പിനെ റേപ്പായിട്ട് ഇപ്പൊ ഇന്ത്യൻ ലോ കണക്കാക്കുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ചില സാഹചര്യങ്ങളിൽ അതിനെ ക്രുവൽറ്റി ആയിട്ട് കണ്ടിട്ട് ഡിവോഴ്സ് മേടിക്കാൻ പറ്റും. ഹലോ മാം. യെസ്, ആരാണ്? കാണുന്നില്ല. ദീപിക, പറയൂ ദീപിക. ഞാൻ ഇവിടെ കേട്ട് വായിച്ച ഓർമ്മ എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മ കിട്ടുന്നില്ല. അതിന്റെ ഡൗട്ട്, നമ്മളിപ്പോ ഹെറ്ററോസെക്ഷാലിറ്റി ഉള്ള ആൾക്കാർക്ക് സമൂഹത്തിൽ ഒരുപാട് റൈറ്റ്സ് ഉണ്ട്, നമ്മൾ നോർമൽ മാരേജ് ചെയ്യുന്ന ആൾക്കാർക്ക്. പക്ഷെ ഈ ഹോമോസെക്ഷാലിറ്റിക്കാർക്ക് അവർക്ക് ഇപ്പൊ അവരുടെ ഇഷ്ടങ്ങൾ സമൂഹത്തിന് വേണ്ടി മാറ്റി വയ്ക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ അവർക്ക് അവർക്ക് രണ്ടുപേർ കപ്പിൾസ് ആയിട്ട് ജീവിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവരുടെ സെക്ഷൽ ആരെങ്കിലും ഒരാള് സെക്ഷൽ ഓർഗാൻ മാറ്റി വെക്കാൻ വേണ്ടി അങ്ങനത്തെ ഒരു ഇതുണ്ടല്ലോ. അല്ല, അത് അങ്ങനെയല്ല നോർമലി സംഭവിക്കാറുള്ളത്. അതെങ്ങനെയാന്ന് വെച്ചാല് ട്രാൻസ്ജെൻഡേഴ്സ് പലപ്പോഴും എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ ദേവിക ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജെൻഡർ ഡിസ്ഫോറിയ ഞാൻ ഇവിടെ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഇതെന്താന്ന് ഒന്ന് നോക്കിയാൽ നന്നായിരിക്കും. ജെൻഡർ ഡിസ്ഫോറിയ പ്ലസ് ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ നോർമലി സംഭവിക്കുന്നത് ഈ ബർത്തിൽ അസൈൻ ചെയ്ത് വരുന്ന സെക്സ് അതുമായിട്ട് ആൾക്ക് ജെൻഡർ കോറിലേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോഴാണ് നോർമലി ഈ പറഞ്ഞ സെക്സ് റീഅസൈൻമെന്റ് സർജറി പോലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നത്. അതായത് പുരുഷനായിട്ട് ജനിക്കുന്നു, ആണായിട്ട് ജനിക്കുന്നു, പക്ഷെ പെണ്ണായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നു. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ റീഅസൈൻമെന്റ് സർജറി വഴി മാറാൻ പറ്റും. അല്ലെങ്കിൽ തിരിച്ചാണെങ്കിലും, അതായത് ആണായിട്ട് ജനിച്ചിട്ട് പെണ്ണായിട്ട് തോന്നുകയാണെങ്കിലും അല്ലെങ്കിൽ പെണ്ണായിട്ട് ജനിച്ചിട്ട് ആണായിട്ട് തോന്നുകയാണെങ്കിലും ഈ പറഞ്ഞ സർജറി വഴിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. പക്ഷെ ഇതും ഹോമോസെക്ഷുവാലിറ്റി ആയിട്ട് വലിയ കണക്ഷൻ ഉണ്ടായിക്കൊള്ളുന്നില്ല. കാരണം ഹോമോസെക്ഷുവാലിറ്റി ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തല്ലോ, ഒരു പുരുഷന് പുരുഷനോടും സ്ത്രീക്ക് സ്ത്രീയോടും ഒക്കെ തോന്നുന്നതിനാണ് ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് പൊതുവെ. അതെ മിസ്. പക്ഷെ ഞാൻ ചോദിച്ചത് എന്താ വെച്ചാൽ നമ്മളിപ്പോ അങ്ങനെ ഇങ്ങനെ ഓർഗൻസ് മാറ്റി വെച്ചതിന് ശേഷം അവർ മാരി ചെയ്യുകയാണെങ്കിൽ ഹെറ്ററോസെക്ഷൽ അവർക്ക് കിട്ടുന്ന അതേ റൈറ്റ്സ് ഇവർക്ക് കിട്ടുമെന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം അവർ അപ്പം ഹോമോസെക്ഷുവാലിറ്റി ഉണ്ടെന്ന് പറയുമ്പോൾ ആ എന്താ പറയാ, അപ്പം എങ്ങനെയാ അത് പറയാ, ഇഷ്യൂ മനസ്സിലായോ? അതായത് മെയിലിന് ഒരു മാനിന് വുമണിനോട് തോന്നുന്ന അതായിട്ട് മാറില്ലേ അപ്പൊ അവിടെ? അപ്പൊ മാനും എവിടെ പോയി, അല്ലെങ്കിൽ വുമണും എവിടെ പോയി? ഒരാള് മാറിയല്ലേ. മിസ്, ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ എന്തുകൊണ്ടാണ് സമൂഹം മാറ്റി നിർത്തുന്നത്? അതിന് പല കൾച്ചറൽ റീസൺസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു എന്താ പറയാ, അതിന് ഓരോ ഹിസ്റ്ററിക്കൽ ആയിട്ടുള്ള റീസൺസ് ഉണ്ടാവാം, കൾച്ചറൽ റീസൺസ് ഉണ്ടാവാം. പിന്നെ പൊതുവെ കാണുന്ന ഒരു കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള എന്ത് കാര്യത്തിനോടും ആൾക്കാർക്ക് പൊതുവെ ഒരു ഭയം കാണാറുണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ളതാവാം. അതായത് ഇപ്പൊ ഞാൻ പറയട്ടെ, ഈ ട്രാൻസ്ജെൻഡേഴ്സിനോട് മാത്രമല്ല ഡിസേബിലിറ്റി ഉള്ളവരെയും ആൾക്കാർ അകറ്റി നിർത്താറില്ലേ, മാനസിക പ്രശ്നങ്ങളുള്ളവരെ അകറ്റി നിർത്താറില്ലേ. അപ്പൊ അതേപോലെ തന്നെയൊക്കെ ആയിരിക്കും. പ്ലസ് ഇതിന് വേറെ കുറെ സൊസൈറ്റൽ റീസൺസ് ഉണ്ടാവും. അപ്പൊ പല നെഗറ്റീവ് ആയിട്ട് പറയുന്ന കേട്ടിട്ടില്ലേ, ആണും പെണ്ണും കെട്ട എന്നൊക്കെ ആൾക്കാർ യൂസ് ചെയ്ത് കാണാറില്ലേ. അപ്പൊ അതിന് ഒരു നെഗറ്റീവ് കോണറ്റേഷൻ ഓവർ ടൈം കണ്ടീഷനിങ്ങിലൂടെ വന്നിട്ടുണ്ട്. അപ്പൊ ആ നെഗറ്റീവ് കോണറ്റേഷൻ കൊണ്ടാണ് ആ ഒരു ഡിസ്ക്രിമിനേഷൻ വരുന്നതാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. മാറി വരുന്നുണ്ട്, കാരണം പല എന്താ പറയാ, പല ഏരിയാസ് ഓഫ് ലൈഫിലേക്ക് ഇപ്പൊ ട്രാൻസ്ജെൻഡേഴ്സ് നല്ല സക്സസ്ഫുൾ ആയിട്ട് വരുന്നുണ്ട്. ഉദാഹരണത്തിന് മേക്കപ്പ് ഇൻഡസ്ട്രി, ഫാഷൻ ഇൻഡസ്ട്രിയിലേക്കൊക്കെ. അപ്പൊ പതുക്കെ ഈ ആക്സെപ്റ്റൻസ് വരുന്നുണ്ട്, ആൻഡ് ദാറ്റ്സ് എ ഗുഡ് തിങ്. പക്ഷെ ഇതായിരിക്കാം അതിന്റെ റീസൺ ആണ് എനിക്ക് തോന്നുന്നത്. അതിനെപ്പറ്റി വാലിഡ് ആയിട്ടുള്ള പേപ്പേഴ്സ് ഉണ്ട്, അത് വായിച്ചു നോക്കിയാൽ ചിലപ്പോൾ കുറച്ചുകൂടി ഒരു പെർസ്പെക്റ്റീവ് കിട്ടും. പക്ഷെ ഓരോ കൾച്ചറിലും ആക്സെപ്റ്റൻസ് പല ഫാക്ടേഴ്സും ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് അങ്ങനെ നോക്കി ഒരു ജനറൽ ആയിട്ട് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഹലോ മാം. യെസ്, ഈ ട്രാൻസ്ജെൻഡേഴ്സിന് മാരേജ് ചെയ്യാനുള്ള നിയമങ്ങൾ വല്ലതുണ്ടോ? അവർക്ക് ലീഗലി ആണ് ചെയ്യാൻ പറ്റുമോ?
അത് ഋത്തിക ഒരു കേസ് ടു കേസ് ബേസിസിൽ നമുക്ക് കുറച്ചൊന്ന് എടുത്തു വെച്ച് നോക്കേണ്ടി വരും. അത് എനിക്ക് ഇപ്പൊ ഒരു ലിമിറ്റഡ് ടൈമിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ അല്ല. ഓക്കെ മാം, താങ്ക് യു. ഹലോ മാം. യെസ്, പറയൂ നവനീത്. മാം, ഇപ്പോ ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ കുറച്ച് സൊസൈറ്റിയിലെ കുറച്ച് പേര് ഒരു സെക്ഷലി നോക്കി കാണുന്നവരുണ്ട്. ഇപ്പൊ ട്രാൻസ്ജെൻഡേഴ്സിനെ ഫേസ്ബുക്കിൽ ഇപ്പൊ അവരൊരു പോസ്റ്റ് ഇട്ടാലും കമന്റ് ബോക്സിൽ കുറെ സെക്ഷലായിട്ട് ബന്ധപ്പെട്ടുള്ള കമന്റ് ഇടുന്നവരുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് അവരെ അങ്ങനെ നോക്കി കാണുന്നത്? എനിക്ക് തോന്നുന്നു പലപ്പോഴും ആയിട്ട് കുറെ കാര്യങ്ങളായിട്ട് ഈ പറഞ്ഞ ഒരു എന്താ പറയാ ഒരു സെക്ഷൽ ഒരു പ്രോസ്റ്റിറ്റ്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് അവരെ കാണിക്കുന്നുണ്ടല്ലോ, സിനിമകളായാലും നമ്മുടെ ചുറ്റിനുള്ള ലൈഫായാലും അങ്ങനത്തെ ഒരു ലൈറ്റിൽ കാണിക്കുമ്പം പിന്നെ പ്ലസ് കമ്പൈനിങ് ദാറ്റ് വിത്ത് ഒരു ടൈപ്പ് ഓഫ് ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റിയും ഈ ലാക്ക് ഓഫ് സെക്ഷൽ അവയർനെസ്സും എല്ലാം കൂടെ വരുമ്പം അവരെ അനാവശ്യമായിട്ട് സെക്ഷലൈസ് ചെയ്ത് പോകുന്നുണ്ട്. അതായിരിക്കണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒബ്വിയസ്ലി പല റീസൺസ് ഉണ്ടാവാം. ഓക്കെ മിസ്, അവർക്ക് സൊസൈറ്റിയിലൊരു സ്ഥാനം കിട്ടാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ആ ഇഷ്യൂ ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ അവർക്ക് വേണ്ടി പ്രത്യേകം ലോസ് വരേണ്ടി വരുന്നതും അവയർനെസ് പ്രോഗ്രാംസ് വരേണ്ടി വരുന്നതും ഒക്കെ. ഇതാണല്ലോ ഇഷ്യൂ. ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു. ഋത്തിക, ആ ക്വസ്റ്റ്യൻ എന്നെ പിന്നീട് ഏതെങ്കിലും മിസ്സിന്റെ അടുത്ത് നിന്ന് എന്റെ നമ്പർ മേടിച്ചല്ല, ഞാൻ ആ ക്വസ്റ്റ്യൻ പിന്നീട് ഒരിക്കൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ ഋത്തിക. ഓക്കെ മിസ്. താങ്ക് യു മാം. ഇപ്പൊ ഈ കമന്റിന്റെ കാര്യം പറഞ്ഞില്ലേ, ഇപ്പൊ ഒരു പോസ്റ്റ് ഇട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ താഴെ വരുന്ന അങ്ങനെ മോശം കമന്റുകൾ വരെയുണ്ടല്ലോ. ഇപ്പൊ അതിനെതിരെ ഇപ്പൊ അവർക്ക് പ്രൊട്ടക്ഷൻ അല്ലെന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് നീങ്ങാൻ പറ്റും? നിയമം ആയിട്ടും അതായത് ഈ പറഞ്ഞ പോലെ ഈ ഞാൻ പറഞ്ഞില്ല ട്രാൻസ്ജെൻഡർ ആക്ടിന്റെ പ്രൊവിഷൻസ് ഒബിയസ്ലി അവർക്ക് കിട്ടും. പക്ഷെ സ്ത്രീകളെയാണ് ഇതുപോലെ ഉപദ്രവിക്കുന്നത് വെക്കുക, ഹെറാസ് ചെയ്യുന്നത് വെക്കുക, ഓൺലൈൻ പല രീതിയിലുള്ള പ്രൊട്ടക്ഷൻ അവർക്ക് കിട്ടും. അതായത് ഇപ്പൊ 509 IPC, 354D സ്റ്റോക്കിംഗ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും അവർക്ക് എന്താ പറയാ അവർക്ക് പല രീതിയിലുള്ള പ്രൊട്ടക്ഷനും കിട്ടും. പക്ഷെ ആ സ്ത്രീകളോട് അറ്റ് പാർ ആയിട്ടാണോ ഇവർക്ക് ഇത് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഈ ഇതുപോലുള്ള ആസ്പെക്ട്സ് അവർക്ക് അങ്ങനെയുള്ള പ്രൊട്ടക്ഷൻ കിട്ടുമെന്നൊക്കെയുള്ള ഇനിയും ഒരുപാട് കേസസും കാര്യങ്ങളൊക്കെ വന്ന് ഇത് 2019 ഈ ട്രാൻസ്ജെൻഡർ ആക്ട് വരുന്നത്. അപ്പം ഇനിയും അതുപോലെയുള്ള കേസസും കാര്യങ്ങളും കണ്ടേ നമുക്ക് അതിനകത്ത് എത്രത്തോളം പ്രൊട്ടക്ഷൻ ഇവർക്ക് കിട്ടുന്നുണ്ടെന്നുള്ള മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷെ ആസ് തിങ്സ് സ്റ്റാൻഡ് ഈ സെക്ഷൻ 18 ഞാൻ പറഞ്ഞില്ലേ, സെക്ഷൻ 18 പ്രകാരം ഞാനിത് വായിക്കാം. ജസ്റ്റ് ആ ഒരു ഭാഗം വായിക്കാം. ഇത് മാത്രം ഇപ്പൊ ഒരു പ്രശ്നമായി പോയത്, എന്റെ ബുക്കൊക്കെ ഓഫീസിലായി പോയി. ഓക്കെ, സെക്ഷൻ 18 പറയുന്നത് ഹാംസ് ഓർ ഇഞ്ചേഴ്സ് ഓർ എൻഡേഞ്ചേഴ്സ് ദി ലൈഫ്, safety, health or well-being, whether mental or physical, of a transgender person ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ലെസ് ദൻ 6 months അല്ലാത്ത എന്നാൽ 2 years വരെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതും ഫൈനുമായിട്ടുള്ളൊരു കുറ്റമായിട്ടാണ് അതിനെ കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ പ്രൊട്ടക്ഷൻ അവർക്ക് കിട്ടാമായിരിക്കും. അപ്പം അതൊക്കെ നമ്മൾ കോടതി എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ കാണേണ്ടി വരും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഹാരാസ്മെന്റ് ആണല്ലോ. അങ്ങനെ കണ്ടിന്യൂസ്ലി ചെയ്യുമ്പോൾ അവർക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പൊ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഡെഫിനേഷന്റെ അടിയിൽ കൊണ്ടുവന്ന് കേസ് കൊടുക്കാൻ പറ്റും. അതേ പ്രൊട്ടക്ഷൻ ട്രാൻസ്ജെൻഡർ വിമന് കിട്ടാത്തത് എന്താണ്? കാരണം അത് വുമൺ എന്നുള്ള ഐഡന്റിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ വുമണിനുള്ള പ്രൊട്ടക്ഷൻ കിട്ടുള്ളൂ. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ട്രാൻസ്ജെൻഡർ ആക്ടിലെ പ്രൊട്ടക്ഷൻ അവർക്ക് കിട്ടുന്നത്. അപ്പം ഇങ്ങനെയുള്ള കുറെ എന്താ പറയാ ന്യൂആൻസസ് ഉണ്ട് രാധിക അതില്. അത് ഏത് സിറ്റുവേഷനിലാണ് കിടക്കുന്നത്, ആ ഓരോ ഇൻഡിവിജ്വൽ കേസ് ടു കേസ് ബേസിസിൽ മാത്രമേ ഏത് പ്രൊട്ടക്ഷൻ കിട്ടുന്നു ഒക്കെ നമുക്ക് അറിയാൻ പോലും പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ലീഗലി പല ക്ലാരിറ്റിയും വേണമെന്ന് നമ്മൾ പറയുന്നത്. മാം, എന്തുകൊണ്ടാണ് അപ്പൊ ഇത്രയും അവർക്ക് ഹറാസ്മെന്റിന് കേസ് എടുക്കാന്ന് പറഞ്ഞു, ബട്ട് ആരും അതിന് കോടതി കയറി ഇറങ്ങുക അങ്ങനെ ഒരു ഇതിക്ക് ആരും പോണില്ലല്ലോ? ഇപ്പൊ അത് പഴയ നിയമമല്ല നിംനാസ്. ഈ നിയമം വരുന്നത് തന്നെ 2019 അല്ല. അപ്പൊ ഇപ്പൊ എല്ലാവരും അതിന് അത് കഴിഞ്ഞ് 2020 കൊറോണ ലോക്ക്ഡൌൺ എല്ലാം വന്നില്ലേ? അപ്പൊ നമ്മള് പ്രാക്ടിക്കലി നോക്കുമ്പോൾ ഈ ഇഷ്യൂസും കാര്യങ്ങളും എങ്ങനെയാണ് വന്ന് നിയമം എങ്ങനെ ഇവോൾവ് ചെയ്യുന്നു എന്ന് നമ്മൾ നോക്കണ്ടേ? പതുക്കെ എല്ലാം അറിയാൻ പറ്റുള്ളൂ. ഇതെല്ലാ കാര്യങ്ങളിലും ഇപ്പൊ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് വന്നു, അതിന്റെ ഇഫക്റ്റ് എന്താന്നുള്ള എത്ര വർഷം കഴിഞ്ഞാൽ നമുക്കിപ്പോ പറയാൻ പറ്റുന്നത്? പോക്സോ ആക്ട് വന്നു 2012 വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറയുന്നു. കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, സെക്ഷൽ ഒഫൻസിന് കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, അതിന്റെയൊക്കെ ഇഫക്റ്റ് എത്ര നല്ലതാണെന്ന് ഇപ്പോഴല്ലേ നമ്മൾ അറിയുന്നത്, ഇത്രയും വർഷം കഴിഞ്ഞിട്ട്. അറ്റ് ദ സെയിം ടൈം ഇപ്പോഴും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷമാണ് 2017-18 അങ്ങനെ എന്തോ ഒരു സമയത്താണ്
ഇപ്പം ഒരു എക്സാമ്പിൾ പറയാം. 2 മൈനേഴ്സ് തമ്മിലുള്ള സെക്ഷൽ ആക്ടിവിറ്റി പണിഷബിൾ ആണോ? അറിയാമോ? പണിഷബിൾ അല്ലേ? അതിന് മെയിലിന്റെ ഇതിലെ കേസ് വരില്ലേ? ഇതല്ലേ നമ്മളെല്ലാരും വിചാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ സെക്ഷൽ ആക്ടിവിറ്റി 18 വയസ്സിന് താഴെയുള്ള ആളുമായിട്ടുള്ള സെക്ഷൽ ആക്ടിവിറ്റി ഇല്ലീഗലാണ്. അതായത് 18 വയസ്സിന് മുകളിലുള്ള ഒരു അതായത് എന്താ പറയാ, ഇപ്പം ഒരു സ്ത്രീക്ക് വേണമെങ്കിലും ഒരു മൈനറിനെ സെക്ഷലി അബ്യൂസ് ചെയ്യാം. നിയമപരമായി നിയമം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ത്രീയും എന്താ പറയുന്നത് ശരിയാവുന്നില്ല, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നോർമലി നമ്മൾ മനസ്സിലാക്കുന്നത് പുരുഷന് സ്ത്രീയെ അബ്യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് അബ്യൂസ് അങ്ങനെയാണ് നടക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ പോക്സോ ആക്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ജെൻഡർ ന്യൂട്രൽ ആണ്. അതായത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അബ്യൂസ് ചെയ്യാം. ആ അബ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ശിക്ഷിക്കപ്പെടും. അതാണ് അതിന്റെ പ്രിമൈസ്. അതായത് അബ്യൂസ് ചെയ്യപ്പെടാം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ബേസിക്കലി ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒരേപോലെ അബ്യൂസിനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു നിയമമാണ് പോക്സോ ആക്ട്. അപ്പം അത് ചെയ്തു കഴിഞ്ഞാൽ എന്താ പറയാ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷയാണ് അതിൽ പറയുന്നത്. പക്ഷേ ഈ പോക്സോ ആക്ട് എന്ന് പറയുന്ന സംഭവം മൈനേഴ്സ് തമ്മിലുള്ള സെക്ഷൽ ആക്ടിവിറ്റീനെ പ്രത്യേകിച്ച് ഒരു ഡിഫറൻസിയേഷൻ ഇട്ട് കാണിക്കുന്നില്ല. അപ്പൊ അങ്ങനെ കാണിക്കാത്തപ്പോൾ ഉള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അനുസരിച്ച് പ്രൊസീഡ് ചെയ്യാൻ പറ്റും. അപ്പൊ സൈമിൾട്ടേനിയസ്ലി അവർ വിക്ടിമും പെർപെട്രേറ്ററും ആവുകയാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് നിലനിൽക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ മൈനേഴ്സ് തമ്മിലുള്ള സെക്ഷൽ ആക്ടിവിറ്റി വേണമെങ്കിൽ പ്രോസിക്യൂട്ട് ചെയ്തുകൊണ്ട് പോവാം. അതൊരു ക്രിമിനൽ ആക്ടിവിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടാം. അതൊരു ലീഗൽ ഗ്രേ ഏരിയ ആണ്. അതിനെപ്പറ്റി മദ്രാസ് ഹൈക്കോർട്ടും ബോംബെ ഹൈക്കോർട്ടും കമന്റ് ചെയ്തിട്ടുമുണ്ട്. അപ്പൊ ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. ഓക്കെ മാം, താങ്ക് യു. ക്ലിയർ ആണോ? പക്ഷെ എനിക്കൊരു സംശയമുണ്ട്, ഞാൻ അത് ക്ലിയർ ആക്കിയിട്ടുണ്ടോ എന്നുള്ളത്. അതായത് ഒന്ന് ജസ്റ്റ് ചുരുക്കി പറയാം. അതായത് പൊതുവെ നമ്മൾ 18 വയസ്സ് കഴിയുമ്പോൾ പറയുന്നത് പുരുഷനെ സ്ത്രീക്ക് റേപ്പ് ചെയ്യാൻ പറ്റില്ല എന്നാണല്ലോ നിയമം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഉള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് അങ്ങനെയാണല്ലോ. അപ്പോ പക്ഷേ 18 വയസ്സിന് താഴെയാണെങ്കിൽ സ്ത്രീക്കും ആൺകുട്ടികളെ ഈ പറഞ്ഞ പോലെ സെക്ഷൽ അബ്യൂസ് ചെയ്യാന്നുള്ളൊരു സാധ്യത അവിടെ ഉണ്ടെന്ന് നിയമം മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ എടുത്തു കഴിയുമ്പോൾ 2 മൈനേഴ്സ് തമ്മിലുള്ള സെക്ഷൽ ആക്ടിവിറ്റിയും ക്രിമിനലൈസ്ഡ് ആയിരിക്കാം. അതിന് വേണമെങ്കിൽ എന്താ പറയാ, അത് പ്രൊസീഡ് ചെയ്യാൻ പറ്റുമായിരിക്കും. അതൊരു ലീഗൽ ഗ്രേ ഏരിയ ആണ്. അപ്പൊ പ്രൊസീഡ് ചെയ്യാൻ പറ്റും എന്ന നിലയ്ക്കുള്ളത് കൊണ്ട് മൈനേഴ്സ് തമ്മിലുള്ള സെക്ഷൽ ആക്ടിവിറ്റി പ്രിവെന്റ് ചെയ്യപ്പെടേണ്ടതാണ് ആ ലീഗൽ ക്ലാരിഫിക്കേഷൻ വരുന്നത് വരെ എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. പക്ഷെ ഇൻ എനി കേസ് ആൺകുട്ടി മാത്രമല്ല പെൺകുട്ടിയും അവിടെ കുറ്റം ചെയ്യുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ മുതിർന്ന സ്ത്രീകൾക്ക് 18 വയസ്സിന് മുകളിലുള്ള ഒരു സ്ത്രീ 18 വയസ്സിന് താഴെയുള്ള ഒരാളുമായിട്ട് ആൺകുട്ടിയോ പെൺകുട്ടിയോ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സെക്ഷൽ ആക്ടിവിറ്റി നടന്നാൽ അത് ക്രിമിനൽ കുറ്റമാണ്. ആ സ്ത്രീ അതിന് ജയിലിൽ പോകേണ്ടി വരാം. അതേപോലെ തന്നെ പുരുഷനും ജയിലിൽ പോകേണ്ടി വരും മിക്കവാറും. അങ്ങനെ ഒരു ആക്ടിവിറ്റി നടന്നിട്ടുണ്ടെങ്കിൽ അത് അവർക്കെതിരെ തെളിയിക്കാൻ പറ്റുമെങ്കിൽ അവർ എന്തായാലും ഉള്ളിൽ പോകും. അതാണ് അതിന്റെ ഒരു ഫാക്ടർ. ക്ലിയർ അല്ലേ? ഈ മാരേജിന് മുന്നുള്ള സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ലീഗലാണോ ഇല്ലീഗലാണോ? വിവാഹത്തിന് മുമ്പ് സെക്ഷലി റിലേഷൻഷിപ്പിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ലീഗലാണ്. അതിന് ഇല്ലീഗാലിറ്റി ഒന്നുമില്ല. പക്ഷെ വിവാഹത്തിന് മുമ്പ് എന്ന് പറയുമ്പം അബവ് 18 ആയിരിക്കണം. അബവ് 18 ആയിട്ടുള്ള 2 അഡൾട്ട്സ് തമ്മിലുള്ള കൺസെൻഷ്വൽ സെക്ഷൽ ആക്ടിവിറ്റി ലീഗലാണ്, ഇല്ലീഗൽ അല്ല. ഓക്കെ, താങ്ക് യു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടോ? ഞാൻ ജസ്റ്റ് ഇത് ടൈപ്പ് ചെയ്തിടാം. പോക്സോ ആക്ട് ഈസ് ജെൻഡർ ന്യൂട്രൽ. Law understands that both male and female children are മാഡം ഇൻബോക്സിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ട് ആയിഷയുടെ. മാഡം നോക്കാവേ, ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്യുവാണേ. യെസ് മാഡം.
ഓക്കെ, ഐഷയുടെ ചോദ്യം എനിക്ക് ജസ്റ്റ് ഒരു സെക്കൻഡ്, ഞാൻ ഡ്രാഗ് ചെയ്യുമ്പോൾ വല്ലാണ്ട് മേലേക്ക് പോകുന്നുണ്ട്. ആർക്കെങ്കിലും ഐഷയുടെ ചോദ്യം കാണാമെങ്കിൽ എന്നൊരു ഓൺ സെക്ഷുവാലിറ്റിക്ക് പുറത്ത് പറയാൻ പറ്റാതെ ഫാമിലി ഷെയിം ചെയ്യപ്പെടും എന്ന് വിചാരിച്ച് സൂയിസൈഡ്സ് ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് കറക്റ്റ് അറിയില്ല ഐഷ, ഉണ്ടായിട്ടുണ്ടാവാം. ഇപ്പൊ പല കേസസും അങ്ങനെ പറഞ്ഞ് ന്യൂസ് റിപ്പോർട്ട്സ് കാണുന്നുണ്ട്. അഞ്ജന ഹരീഷ് എന്ന് പറഞ്ഞൊരു കുട്ടീനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ ന്യൂസ് റിപ്പോർട്ട് കണ്ടിട്ടുണ്ട്. അതിൽ പക്ഷെ എത്രത്തോളം ശരിയുണ്ടെന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ളത് ഉണ്ടാവാം. എന്റെ കയ്യിൽ അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പില്ല. പക്ഷെ റീസെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാവുന്ന ഒരു കാര്യമാണ്. ആ ഇൻഫർമേഷൻ അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അറിയാൻ പറ്റും എന്ന് തോന്നുന്നു. അപ്പൊ ഐ ഹോപ്പ് ഐ എം ക്ലിയർ. ഞാൻ മറ്റേ ഈ പറഞ്ഞത് ക്ലിയർ ആണല്ലോ അല്ലെ? കാരണം പോക്സോ ആക്ട് എനിക്ക് തോന്നുന്നു ഞാൻ മലയാളത്തിലേക്ക് ആക്കിയിട്ട് ചെറിയ മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ നിംനാസ് മനസ്സിലായിട്ടുണ്ടല്ലോ. ബേസിക്കലി അണ്ടർ 18 ആയിട്ടുള്ള ആൺകുട്ടിയോ പെൺകുട്ടിയോ ഒരാള് സെക്ഷലി അവരെ സെക്ഷൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ അവരുമായിട്ട് ഇടപെടുകയാണെങ്കിൽ അത് കുറ്റകരമായ ഒരു കാര്യമാണെന്നുള്ളതാണ് സംഭവം. ക്ലിയർ ആണല്ലോ അല്ലെ? ക്ലിയർ ആണ് മാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഇനി ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫീഡ്ബാക്ക് സെഷനിലേക്ക് പോവായിരുന്നു. യെസ് പ്ലീസ്. താങ്ക് യു. ഓക്കെ, അപ്പം ദേവിക ഫീഡ്ബാക്ക് പറയാം. മാം, ഇന്റർനാഷണൽ ജസ്റ്റിസ് ഡേയുടെ ഭാഗമായിട്ട് ഇങ്ങനെ ഇൻജസ്റ്റിസ് എനിവേർ ഈസ് എ ട്രീറ്റ് ജസ്റ്റിസ് എവരിവേർ എന്ന ടോപ്പിക്കിനെ കുറിച്ചൊരു അവയർനെസ് പ്രോഗ്രാം ഉണ്ട് എന്ന് അറിയാന്നല്ലാണ്ട് എന്താണ് മാം പറയാൻ ഉദ്ദേശിക്കുന്നത് പറ്റിയുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോ മാമിന്റെ ഈ ക്ലാസ് എത്രത്തോളം ഞങ്ങൾക്ക് എങ്ങനെയും പറയേണ്ടതെന്ന് അറിയില്ല, കാരണം അത്രയും ഞങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. കാരണം ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. എന്നെ സംബന്ധിച്ചോളം പേഴ്സണലി ഇങ്ങനെ ഒരു സംഭവത്തിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഇല്ല. ഇപ്പോൾ ലോ സ്റ്റുഡന്റ് ആയില്ലെങ്കിൽ ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സ്റ്റുഡന്റ് ആണെങ്കിൽ പോലും ഇതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടായിട്ടില്ല. അപ്പൊ മാമിന്റെ ക്ലാസ് ഞങ്ങൾക്ക് അത്ര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഇപ്പോൾ ഒന്നില്ലെങ്കിൽ ഡിഗ്രിക്ക് എത്തിയിട്ട് നീതി അനീതി എന്താന്നുള്ള എന്നെ കറക്റ്റ് ഡെഫിനിഷൻ അറിയില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ അത് നമ്മള് പേഴ്സണലി അത് എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്ന എല്ലാം മിസ് വളരെ കൃത്യമായിട്ട് നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട് പല രീതിയിലൂടെയും പോയിട്ട്. അപ്പോ മാമിനോട് എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. പക്ഷെ അത്രയും ഇപ്പോ നീതി അനീതിയുള്ള ഡിഫറൻസ് ആണെങ്കിലും ജെൻഡർ സെക്സ് എന്നുള്ള ഡിഫറൻസ് ആണെങ്കിലും അതുപോലെ ഹെറ്ററോസെക്ഷാലിറ്റി ഹോമോസെക്ഷാലിറ്റി ഇതിനെ പറ്റിയൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇപ്പോ മാമിന്റെ ഇന്നത്തെ ക്ലാസ് ഞങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഒന്നും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ഇതില്ല. കാരണം എല്ലാം ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഞങ്ങൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് മാം പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോ പിന്നെ റേപ്പിനെ പറ്റി പറഞ്ഞു, പോക്സോ ആക്ട്, എന്തും നമുക്ക് അത്രയും വേണ്ടപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസ്ജെൻഡേഴ്സ് അവർക്ക് നിയമങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ കൂടി അത് പ്രാബല്യത്തിൽ വന്നിട്ടില്ല, വരും. അപ്പോ നമ്മുടെ സമൂഹത്തിലുള്ള സ്ത്രീയും പുരുഷനാണെങ്കിൽ പോലും അവർക്കും ട്രാൻസ്ജെൻഡേഴ്സിനും ഒരേപോലത്തെ ഇക്വാലിറ്റി ആണ് ഉള്ളത്. അപ്പോ മാമിന്റെ ഇത്രയും വിലപ്പെട്ട സമയം അതിലൊരു ഭാഗം ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ മാറ്റി വെച്ച് ഇത്രയും നല്ല കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞതിന് എത്രത്തോളം നന്ദി പറയണമെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം അത്ര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ദേവിക. ഇതും കൂടെ പറയുന്നു, ദിസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് വോട്ട് ഓഫ് താങ്ക്സ് ഐ ഹവ് എവർ റിസീവ്ഡ്. സാധാരണ വോട്ട് ഓഫ് താങ്ക്സ് ആൾക്കാർ പറയുന്നത് വളരെ എന്താ പറയാ പ്രിപ്പയർ ചെയ്ത് വെച്ച് എഴുതി വായിക്കുന്ന കാര്യമാണ്. അപ്പം ഇങ്ങനെ ഒരു ഹാർട്ട് ഫെൽറ്റ് ആയിട്ടുള്ള ഒരു മറുപടി കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ദേവിക. താങ്ക് യു മാം. ഹരിഗോവിന്ദ്. നമസ്കാരം മാം. ഹലോ ഹരിഗോവിന്ദ്. നമ്മൾ ഇന്റർനാഷണൽ ജസ്റ്റിസ് ഡേന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു സെഷൻ നമുക്ക് എടുത്തുതരാൻ സാധിച്ചതിൽ വളരെ നന്ദിയുണ്ട് ടീച്ചർക്ക്. മാത്രമല്ല നമ്മൾ ഈ നീതി എന്നുള്ളൊരു കാര്യം പറയുമ്പോൾ ഒരുപാട് മേഖലകളുണ്ട്. അതിൽ തന്നെ നമ്മളെ ഈ ടീനേജേഴ്സിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന മേഖല നമുക്ക് അത് പറഞ്ഞു തന്നേരാണ് നമുക്ക് കൂടുതൽ നമ്മൾ അതിലാണ് കൂടുതൽ ഇപ്പം ഈ ഒരു ഏജിൽ ഫോക്കസ്ഡ് ആവേണ്ടല്ല. അതാണ് കാരണം നമ്മൾ വളർന്നു വരുന്ന ഒരു അടുത്ത സൊസൈറ്റി നമ്മളാണ്. അപ്പം നമ്മൾ ഇപ്പോഴേ ഇതിൽ വിജിലന്റ് ആണെങ്കിൽ നമ്മളെ നെക്സ്റ്റ് വരുന്ന തലമുറയ്ക്ക് നമുക്കൊരു ഇത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ ഒരു ക്ലാസ് എടുത്ത് തന്നതിൽ വളരെ നന്ദിയുണ്ട്. മാത്രമല്ല ഇത് ഒരു ലൈഫ് ലോങ് ആയിട്ടുള്ള നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണ്, ഇൻഫർമേഷൻ ആണ്. അപ്പൊ ഇത് ഞങ്ങൾ പറഞ്ഞു തന്നതിൽ താങ്ക്സ് ഉണ്ട്. മാത്രമല്ല ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അധികം ഇന്ററാക്ഷൻസ് മിസ്സിന് കിട്ടിയിട്ടില്ല, എങ്കിലും ഞങ്ങൾക്ക് തരേണ്ടതൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നുകൊണ്ട് നന്ദി പറയുന്നത്. താങ്ക് യു ഹരി. ആക്ച്വലി ഞാൻ ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ പറയാട്ടോ. ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞ സമയത്ത് നോക്കിയതാണ്. പോക്സോ ആക്ടിന് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഈ 18 താഴെയുള്ള ആൺകുട്ടിയോ പെൺകുട്ടിയോ എന്നുള്ള ഡിഫറൻസോ ട്രാൻസ്ജെൻഡർ എന്നുള്ള ഡിഫറൻസോ ഒന്നുമില്ല. 18 വയസ്സിന് താഴെയുള്ള എല്ലാവർക്കും
പോക്സോ ആക്ട് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. 18 വയസ്സിന് താഴെയുള്ള ഒരാളെയും സെക്ഷലി അബ്യൂസ് ചെയ്യാൻ ആർക്കും പറ്റില്ല ഇൻ ദ സെൻസ് അങ്ങനെ നിയമം അനുവദിക്കില്ല. കാരണം അവിടെ മാത്രം ഒരു രീതിയിലുള്ള ഡിസ്ക്രിമിനേഷനും ഇല്ല. എല്ലാ കുട്ടികളും സെക്ഷൽ ആക്ടിൽ നിന്ന് നിയമവശാൽ പ്രൊട്ടക്ഷൻ അനുഭവിക്കുന്നവരാണ്. അത് ഈ 18 വയസ്സിന് ഈ പറയുന്ന പോലെ ഈ അബ്യൂസ് ചെയ്യുന്ന ആളുടെ ഏത് ജെൻഡർ ആണോ, ഏത് സെക്ഷുവാലിറ്റി ആണോ, ഏത് സെക്സ് ആണോ ഒന്നും ഒരു വ്യത്യാസവും ഇല്ല. പോക്സോ ആക്ട് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ പീസ് ഓഫ് ലെജിസ്ലേഷൻ ആണ്. അത് പറയണം തോന്നി. നേരത്തെ ഞാൻ മെയിൽ ഫീമെയിലിൽ നിന്നാണ് അറിയാണ്ട് സംസാരിച്ചത്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചതാണ് 18 വയസ്സിന് താഴെയുള്ള ഒരു വ്യക്തിനെ ആര് തന്നെ സെക്ഷലി അബ്യൂസ് ചെയ്താലും, അൺവെൽക്കം ആയിട്ടുള്ള ഒരു ഫിസിക്കൽ കോൺടാക്റ്റുമായിട്ട് ചെന്നാലും, സെക്ഷൽ കോൺടാക്റ്റുമായിട്ട് ചെന്നാലും അവരൊക്കെ നിയമത്തിന്റെ മുന്നിൽ കുറ്റവാളികളാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. താങ്ക് യു. അത് ഞാൻ കറക്റ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട് ചാറ്റ് ബോക്സിൽ. താങ്ക് യു മിസ്. നന്ദന. ഹലോ, ഓഡിബിൾ അല്ലേ? ഒരു മിനിറ്റ് നന്ദന, ഒരു മിനിറ്റ്. അപ്പോ താങ്ക്സിന് മാഡം എനിക്ക് ഒരു ഇതിനോടൊപ്പം സൂചിപ്പിക്കാനുണ്ട്. കാരണം ഈ നീതിയുടെ ഒരു സബ്ജക്റ്റിനെ അല്ലെങ്കിൽ ജസ്റ്റിസിനെ പറ്റിയിട്ട് സംസാരിക്കുമ്പോൾ അത് ഇങ്ങനെയുള്ള ഒരു വിഷയത്തിലേക്കാണ് പോകുന്നതെന്ന് ഞാനടക്കം വിചാരിച്ചിരുന്നില്ല. ആക്ച്വലി എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും കുട്ടികൾക്ക് ആദ്യം ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു തോന്നുന്നു. എന്താണ്, എങ്ങനെയാണ് അവര് ഇതിന്റെ ഭാഗമാണ് തന്നെ മറ്റ് അനുകരിക്കപ്പെട്ട എല്ലാ ജനങ്ങളോടും അവര് സപ്പോർട്ട് ചെയ്യുന്ന കുട്ടികളാണ് ഇന്നത്തെ യൂത്ത് എന്ന് പറയുന്നത്. കാരണം സോഷ്യൽ മീഡിയയും അതൊക്കെ അവരെ നന്നായി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റാറ്റസുകളായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ജസ്റ്റിസിന്റെ കാര്യത്തിൽ ഇത്രമാത്രം പിന്നിലേക്ക് അല്ലെങ്കിൽ ഉള്ളിലേക്ക് ഇവരെല്ലാം പോകുന്നുണ്ട് എന്നൊരു കാര്യം നമ്മുടെ കുട്ടികൾക്ക് അറിയില്ലായിരുന്നു എന്ന് തോന്നുന്നു. എനിക്കും അറിയില്ലായിരുന്നു യഥാർത്ഥത്തില്. അതുകൊണ്ടായിരിക്കാം ആദ്യം ഇവര് കുട്ടികളൊന്ന് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കാണിച്ചത്. കാരണം അവർ അൺഅവെയറായിരുന്നു. അപ്പൊ അൺഅവെയർ ആയിട്ടുള്ള സംഗതിയെ പറ്റിയിട്ട് അവരെന്ത് സംസാരിക്കും, അതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. വീട്ടിൽ നല്ല ഇന്ററാക്ഷൻ വന്നു ചാറ്റിലാണെങ്കിൽ ഇവിടെ ആണെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ഇതിനെ പറ്റിയിട്ട് കുറച്ച് ധാരണ, ഇത്രയും ഉണ്ടല്ലോ, ഈ കാര്യങ്ങളൊക്കെ ഇനിയും മനസ്സിലാക്കാനുണ്ടല്ലോ എന്നൊരു ധാരണ എനിക്കും വന്നു തുടങ്ങിയത്. കാരണം നമ്മൾ സാധാരണ ഒരു സ്ത്രീ പുരുഷ അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് പലപ്പോഴും ലോസ് ഉണ്ടാക്കുന്നത് എന്ന തോന്നല് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിന്റെ വേറൊരു രീതിയിൽ, കാരണം ഇത്രമാത്രം അനുകൂലിക്കപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി സംസാരം ഉയർത്തുന്ന നമ്മുടെ രാജ്യത്ത് ലോസ് വളരെ കുറവാണ് എന്നൊരു കാര്യം, അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലോസ് വളരെ കുറവാണെന്നുള്ള ഒരു കാര്യം ഞങ്ങൾക്ക് എന്തായാലും മനസ്സിലാക്കി തന്നു. അഡ്വക്കേറ്റ് സ്മിത പറയുണ്ടായി വൈബ്രന്റ് ആയിട്ടുള്ള അഡ്വക്കേറ്റ് ആണ് മാഡം എന്ന്. പക്ഷെ അതിപ്പോ ഫീൽ ചെയ്യാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. അത് മാത്രമല്ല, ഇതൊരു സ്പാർക്കാണ്. ശ്രീകൃഷ്ണ കോളേജിലെ NSS വോളണ്ടിയേഴ്സിന് ഇതൊരു സ്പാർക്കാണ് യഥാർത്ഥത്തില്. ആ സ്പാർക്ക് അവർക്ക് കിട്ടി തുടങ്ങിയപ്പോഴാണ് അവർ ക്വസ്റ്റ്യൻസ് റൈസ് ചെയ്ത് തുടങ്ങിയത്. ഇനി ഞങ്ങളോട് സംവദിക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ഇന്ററാക്റ്റീവ് സെഷൻ തന്നെ ആദ്യം തന്നെ ഞങ്ങളുടെ കുട്ടികളുടെ ഭാഗത്ത് ഉണ്ടാകുന്ന ഉറപ്പാണ്. കാരണം എനിക്ക് പക്ഷെ സത്യം പറഞ്ഞാൽ മിഥുൻ വളരെ ഹാപ്പി ആയി. കാരണം എനിക്ക് തോന്നുന്നു തുടക്കത്തിലുള്ള ഒരു കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഇന്ററാക്ഷൻ അവസാനമായപ്പോഴത്തേനും വന്നു. ഓക്കെ മാഡം, ഓക്കെ താങ്ക് യു. അപ്പൊ അത് ഞാൻ നേരിട്ടൊന്ന് പറയാന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഇപ്പൊ അവസാനം നമ്മുടെ ഈ പരിപാടിയുടെ പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് ഞാൻ കയറി സംസാരിച്ചത്. എനിവേ വളരെ സന്തോഷം വേണം ഞങ്ങളോടൊപ്പം സഹകരിച്ചതിൽ. ഇനി ഒഫീഷ്യലായിട്ട് നന്ദി പറയാനായിട്ട് നന്ദന അല്ലേ? നന്ദന. സോറി, നമ്മുടെ ഫീഡ്ബാക്ക് സെഷൻസ് കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുകയാണ്. നന്ദനാണ് അടുത്തത് ഫീഡ്ബാക്ക് പറയാനുള്ളത്. എന്താണ് ഇങ്ങനെ ഒരു പ്രോഗ്രാമിലൂടെ മാമായിട്ട് സംവദിക്കാൻ പറ്റിയതിൽ തന്നെ വളരെ സന്തോഷം അറിയിക്കുകയാണ്. വളരെ നല്ല സെക്ഷൻ ആയിരുന്നു. സത്യം പറയുകയാണെങ്കിൽ ഇങ്ങനെ സാറ് പറഞ്ഞ വളരെ കറക്റ്റ് ആണ്. നമുക്ക് ഇതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഇല്ല. ഇങ്ങനെ ഒരു സെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോ എന്താ കാര്യം എന്ന് ഒന്നും അറിയത്തില്ല. അതേപോലെ ദേവിക പറഞ്ഞ പോലെ തന്നെ ജസ്റ്റിസ് എന്താണോ ഇൻജസ്റ്റിസ് എന്താണോ പോലും നമുക്ക് അറിയത്തില്ല. ഇപ്പം നമ്മളെ ജെൻഡർ ഇക്വാലിറ്റിനെ കുറിച്ചിട്ട് തന്നെ വളരെ നന്നായിട്ടാണ് മാം പറഞ്ഞു പോയത്. വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് പറഞ്ഞു പോയത്. പിന്നെ നമുക്കറിയാത്ത ഇപ്പൊ നമ്മളെ ഇപ്പൊ മാം പറഞ്ഞ പല ടോപ്പിക്കുകൾക്കും വേറെ രീതിയിലാണ് മീനിങ് അല്ലെങ്കിൽ ഡെഫിനിഷൻ എന്ന് അറിയുമ്പോൾ വളരെ വണ്ടർ അടിച്ചിട്ടാണ് നമ്മള് കേട്ടോണ്ടിരുന്നത്. താങ്ക് യു മാം അങ്ങനെ ഒരു സെഷൻ തന്നതിന്.
താങ്ക് യു നന്ദന. ഞാൻ പറഞ്ഞതുപോലും നിങ്ങൾ സ്വന്തമായിട്ട് ചിന്തിക്കണം എന്നാണ് കേട്ടോ. ഞാൻ പറഞ്ഞതിൽ പോലും നിങ്ങൾ കുറച്ചധികം ഇരുന്ന് ചിന്തിക്കുകയോ വായിക്കുകയോ ചെയ്താൽ ഞാൻ പറഞ്ഞതിൽ പോലും നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരും. അതിൽ തന്നെ നിങ്ങൾക്ക് തെറ്റുകൾ കണ്ടുപിടിക്കാനും പറ്റും. അങ്ങനെ കണ്ടുപിടിക്കാനുള്ള ഒരു കഴിവ് വളർത്തിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു നന്ദന. താങ്ക് യു എവ്രി വൺ. താങ്ക് യു സുനേന. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. പേഴ്സണലി എന്തെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ? താങ്ക് യു മുബീന. അഴകുനന്ദ. ഹലോ, പറയൂ. നല്ല പേരാണല്ലോ. താങ്ക് യു. ആദ്യം എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് പറയാൻ പറഞ്ഞപ്പോൾ എനിക്ക് പേടിയായിരുന്നു. ഇങ്ങനെ ഒരു സബ്ജക്റ്റ് അല്ലേ, എന്താ എടുക്കുക എങ്ങനെയാണെന്ന് അറിയണ്ടായില്ല. അപ്പോൾ പറയാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ റേഞ്ചിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്, മഴയൊക്കെ ആയ കാരണം പ്രത്യേകിച്ചും. അപ്പോൾ അതുകൊണ്ട് പറയാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ചോദിക്കണം എന്നുണ്ടായിരുന്നു. ചോദിക്കാൻ നിന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ട്രാൻസ്ജെൻഡേഴ്സ് അവരും മനുഷ്യരാണ്, അവരെ സമൂഹത്തിനെ മാറ്റി നിർത്തേണ്ട ആവശ്യമുണ്ടെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോഴേക്കും മുബീന ചോദിച്ചു. അപ്പോൾ ഒന്നും ചോദിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു അഴകുനന്ദ. ഇവളിപ്പോ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ട് പറയണം എന്നെയും വിളിക്കുമെന്ന് വെച്ചിട്ട് എന്നെ കൊണ്ട് വിളിപ്പിച്ചതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ക്രൗഡായിട്ട് തോന്നി കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒന്ന് ആ ഒരു വാമപ്പ് ചെയ്യാൻ കുറച്ച് സമയം എടുത്തുന്നേ ഉള്ളൂ. ആക്ച്വലി നമ്മൾ എല്ലാവരും ക്ലാസ് എടുക്കുമ്പോൾ എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ ഒരാളുടെ ഒരു ടീച്ചർ ആദ്യമായിട്ട് ക്ലാസ്സിലേക്ക് വരുമ്പോൾ എപ്പോഴും ആ ഒരു വാമത്ത് കിട്ടണമെങ്കിൽ കുറച്ച് സമയം എടുക്കുമല്ലോ. അത്രേ തോന്നിയുള്ളൂ ആക്ച്വലി. ഇപ്പൊ ഇത്രയും നല്ലൊരു റിസപ്ഷൻ കിട്ടിയിട്ട് ഐ എം വെരി ഹാപ്പി. താങ്ക് യു സോ മച്ച്. അപ്പൊ ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും എല്ലാവരും സ്വന്തം മനസ്സിൽ ആപ്ലിക്കേഷൻ കൊടുത്ത് ചിന്തിക്കുക. ആരെന്ത് പറഞ്ഞാലും അതിനെ മനസ്സിലൊന്ന് ചോദ്യം ചെയ്യുക, എന്നിട്ട് മാത്രം അകത്തേക്ക് എടുക്കുക. അപ്പൊ താങ്ക് യു സോ മച്ച് എവറിബഡി. ഇനിയും കാണാമെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച്. ഇതിലും കൂടുതൽ എന്തെങ്കിലും കാര്യം ചോദിക്കാനോ സംസാരിക്കാനോ ഉണ്ടെങ്കിൽ എന്റെ ഡീറ്റെയിൽസ് മിഥുൻ സാറിന്റെ കയ്യിലുണ്ട്. അപ്പം എടുക്കുക, മെസ്സേജ് അയക്കുക, ചോദിക്കുക, വിളിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പം വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. നമ്മൾ ഒഫീഷ്യലി താങ്ക്സ് പറയാൻ വേണ്ടിയിട്ട് നേഹ സി കിഷോറിനെ ക്ഷണിക്കുന്നു. മനസ്സിലാവട്ടെ, ഞാൻ ഓഡിബിൾ ആണല്ലോ അല്ലേ? യെസ് നേഹ. നേഹ. മാം, ഇപ്പോ ഇന്ന് വേൾഡ് ഡേ ഫോർ ഇന്റർനാഷണൽ ജസ്റ്റിസ്, ഇന്ന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ക്ലാസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ ജസ്റ്റിസ് എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ജസ്റ്റിസ് ഡേ എന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനൊരു ജസ്റ്റിസിനെ കുറിച്ച്, നീതി എന്താണ് എന്നുള്ളതിനെ കുറിച്ച്. ഇപ്പൊ നമ്മളെല്ലാം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ അറിയും ജസ്റ്റിസ്, നമുക്ക് നീതിക്ക് വേണ്ടി പോരാടണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് ബ്രോഷേഴ്സും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ നീതി എന്നുള്ളത് അതിനൊരു ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ, അത് നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ, അല്ലെങ്കിൽ ഒരാൾ ചോദിച്ചാൽ അത് പറയും നമുക്ക് ആൻസർ ചെയ്യാൻ അറിയുന്നുണ്ടായിരുന്നില്ല. അതൊരു പക്ഷെ മിസ്സാണ്. നമുക്ക് നീതി എന്താണ്, ജസ്റ്റിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് നമുക്ക് ഇന്നാണ് നമ്മൾ അതിനെ കുറിച്ച് ശരിക്കും പറയാൻ അറിഞ്ഞത് ഇന്നാണ്. മാത്രല്ല ഇന്നിപ്പോ ഒരു ജസ്റ്റിസ് എന്നുള്ളതിനെ കുറിച്ച് ക്ലാസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പേഴ്സണലി വിചാരിച്ചു എന്താ വെച്ചാൽ ജസ്റ്റിസ് അല്ലേ, അപ്പോൾ കൂടുതൽ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ നിയമങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും നമ്മൾ പോവുക കൂടുതലെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മുടെ ലൈഫിൽ നമ്മൾ മനുഷ്യരെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഒരാളെ മാറ്റി നിർത്താതെ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് എല്ലാവരും മനുഷ്യരാണ് എന്നുള്ള ആ ഒരു പരിഗണനാ ബോധത്തോട് കൂടിയിട്ട് നമ്മൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഒരാളെയും മാറ്റി നിർത്താതിരിക്കാൻ വേണ്ടി നമ്മൾ LGBTQ+നെ കുറിച്ചിട്ടും എല്ലാം നമ്മൾ സംസാരിച്ചു. അപ്പോൾ എനിക്കൊരു പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം ഒന്ന് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ചെറുപ്പത്തിലൊക്കെ ഈ ട്രെയിനിലൊക്കെ പോകുമ്പോഴാണ് ഈ ട്രാൻസ്ജെൻഡേഴ്സിനൊക്കെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. ചെറുപ്പത്തിൽ നമുക്ക് അതിനെ കുറിച്ച് അറിയുന്നുണ്ടായിരുന്നില്ല. എന്താണ് അവരെ കാണുമ്പോൾ ഒരു കൗതുകമായിരുന്നു. എന്താണ് അവര് ആ ഒരു കാണുമ്പോൾ നമ്മളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തരാണ് കാണാൻ, അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ എല്ലാവരും അവരെ അവോയ്ഡ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ മാറിപ്പോവാൻ പറഞ്ഞിട്ട് അങ്ങനെ ഒരു അവോയ്ഡിങ് കണ്ടിട്ടുണ്ട് ട്രെയിനിൽ പോകുമ്പോൾ ഞാൻ ചെറുപ്പത്തില്. പിന്നെ ഒരുപാട് മൂവീസ് ഒക്കെ കാണുമ്പോൾ നമ്മുടെ ഓരോ തീരുമാനങ്ങളിലും ചിന്താഗതികളിലും ഒക്കെ നമുക്ക് മൂവീസ് ഒരുപാട് നമ്മളെ സ്വാധീനിക്കുമല്ലോ. അപ്പോൾ ഈ മൂവീസ് ഒക്കെ കാണുമ്പോൾ എന്തോ മോശപ്പെട്ടിട്ടുള്ള ഒരു തരം ആൾക്കാരാണ്, അല്ലെങ്കിൽ ഒരു വിഭാഗം ആൾക്കാരാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നീട് നമുക്ക് ക്ലാസ്സുകളിലൂടെ നമുക്ക് എന്താ പറയാ മലയാളം ഒക്കെ
കാവ്യപരമായിട്ട് ചിന്തിക്കുമ്പോൾ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരുപാട് നോവലുകളിലും അതിലൊക്കെയാണ് കൂടുതൽ അവരെ കുറിച്ച് പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ളത്. അല്ലാതെ പൊതുജനങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറായിട്ട് കണ്ടിട്ടില്ല. അപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ വായിച്ചെടുക്കുമ്പോൾ നമുക്ക് അവിടെ നിന്നൊക്കെ ഒരു അറിവ് കിട്ടുമ്പോഴാണ് അങ്ങനെയും ഒരുപാട് വിഭാഗം ആൾക്കാരുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അറിയുന്നത്. പിന്നീട് +1 +2 പഠിക്കുന്ന സമയത്താണ് എനിക്ക് ആദ്യമായിട്ട് ട്രാൻസ്ജെൻഡേഴ്സുമായിട്ട് ഇടപഴകി സംസാരിക്കാൻ ഒരു അവസരം കിട്ടുന്നത്. അന്ന് ഞങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് ഒരുപാട് സമയം, ഒരു 1.5 മണിക്കൂറോളം ഞങ്ങൾ പേഴ്സണലി ഞങ്ങൾ ഒരു 4-5 പേര് അവരുടെ ഒപ്പം ഇരുന്ന് സംസാരിക്കാനായിട്ട് ഒരു അവസരം കിട്ടിയിരുന്നു. അന്ന് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അവര് ഒരുപാട് സന്തോഷത്തോടെയാണ് സംസാരിച്ചത്. കാരണം അവരുടെ അടുത്ത് പലരും അവർ സംസാരിക്കുമ്പോൾ ഒരു വെറുപ്പ് കാണിച്ചിരുന്നു എന്ന് അവർ പേഴ്സണലി പറഞ്ഞപ്പോൾ ഭയങ്കര വിഷമം തോന്നി. കാരണം അവരും മനുഷ്യന്മാരല്ലേ, നമ്മളിൽ നിന്ന് പ്രത്യേകിച്ച് വ്യത്യസ്തയൊന്നും അവർക്കില്ല. അവരുടെ സെക്ഷുവാലിറ്റിക്ക് ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നല്ലാതെ അവർക്ക് പ്രത്യേകിച്ച് മാറ്റം അങ്ങനെ ഒന്നുമില്ല. അവരും നമ്മളെ പോലെ മനുഷ്യരാണ്. പക്ഷെ അവരുടെ അടുത്ത് എത്രയൊക്കെ അവരെന്തൊരു കാര്യം ചോദിച്ച് ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും സംസാരിക്കുമ്പോഴോ, ഇപ്പൊ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുമ്പോഴൊക്കെ മോശമായിട്ട് അല്ലെങ്കിൽ അവരെ ഒരു വൾഗറായിട്ട് ചിത്രീകരിക്കുന്ന രീതിയിൽ ഒരുപാട് പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് അവർ പറഞ്ഞപ്പോൾ നമുക്ക് ശരിക്കും വിഷമം തോന്നിയിട്ടുണ്ട്. അപ്പൊ അവര് ഞങ്ങളൊക്കെ ചേർത്ത് പിടിച്ചിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഒരുപാട് സന്തോഷമായി, ഞങ്ങളുടെ അടുത്ത് മനസ്സ് തുറന്ന് ഒരു 5 മിനിറ്റെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷം എന്ന് ഒരിക്കൽ പറയുണ്ടായി. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ആ ഒരു നിമിഷമാണ്. കാരണം മറ്റൊരാൾക്ക് വേണ്ടി എന്തെങ്കിലും നമ്മൾ പോസിറ്റീവായിട്ട് ഒരു കാര്യം ചെയ്താൽ അല്ലെങ്കിൽ അവർക്ക് സന്തോഷിക്കാൻ നമുക്ക് പ്രത്യേകിച്ച് അവിടെ നിന്ന് നഷ്ടപ്പെടാനില്ല. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു നിമിഷം അത് തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റിസ് ഡേയുടെ ബേസിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. മാരേജ്, സെക്ഷുവാലിറ്റി, നിയമങ്ങൾ എങ്ങനെയൊക്കെ നമുക്ക് പരിരക്ഷ തരുന്നു എന്നതിനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ആദ്യം ഞങ്ങൾക്ക് എന്താ പറയാ, നിയമത്തെ കുറിച്ചിട്ടാണല്ലോ, നിയമത്തെ കുറിച്ച് വലിയ എന്താ പറയാ അറിവൊന്നും ഇല്ലല്ലോ, അപ്പൊ എങ്ങനെയാ സംസാരിക്കണ്ടേന്നുള്ള ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എന്ന് വേണമെങ്കിൽ പറയാം, അത് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ നമ്മൾ പോർഷൻസിലൊക്കെ കടന്നപ്പോൾ ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. അതിന് നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചു. അത് ഞങ്ങൾക്ക് ഇപ്പോൾ കമന്റ്സിലൊക്കെ വന്ന പോലെ തന്നെ ഞങ്ങൾക്ക് സമയം തികയാതെ വന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾക്ക് ഇപ്പോൾ മിസ്സിന്റെ അടുത്ത് പറയുണ്ടായി, ഒരു വരവോട് മിസ് വരേണ്ടി വരും, മാം വരേണ്ടി വരും എന്ന് പറയുണ്ടായി. അതുപോലെ മിസ്സിന്റെ ഒരു ക്ലാസ് ഇവിടെ കേൾക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതുപോലെ ഞങ്ങൾ കാത്തിരിക്കുകയാണ്, മിസ്സിന് ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് വേണ്ടി കിട്ടാനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അപ്പോ വരാം, എന്തായാലും വരാം. നമുക്ക് ഇതിലും നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരുമിച്ച് സംസാരിക്കാൻ ഡിസ്കഷനിലേക്ക് എത്താം. താങ്ക് യു മാം. അപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു ടോക്ക്, ഒരു ക്ലാസ് എന്ന് ഞാൻ പറയുന്നില്ല, ഒരു ടോക്കായിരുന്നു. എല്ലാവർക്കും അവരുടെ ആശയങ്ങൾ പറഞ്ഞ് നമ്മുടേതായിട്ടുള്ള ഡൗട്ട്സ് എല്ലാം ക്ലാരിഫൈ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു ക്ലാസ് തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും മാമിനെ പോലുള്ള ഒരാൾ ഞങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ അഡ്വക്കേറ്റ് ആണ് മാം, മാമിന്റെ ഫീൽഡിലും ഒരുപാട് വർക്കുകളും കാര്യങ്ങളും എല്ലാം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിൽ ഞങ്ങളുടെ NSS യൂണിറ്റിന്റെ, ഞങ്ങളുടെ 191 യൂണിറ്റിന്റെ, ശ്രീകൃഷ്ണ കോളേജ് NSSന്റെ നന്ദി അറിയിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം അറിയിക്കുന്നു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് എവ്രി വൺ. അപ്പം ഞാൻ ഡിസ്കണക്ട് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. താങ്ക് യു. ഓക്കെ മാഡം, താങ്ക് യു.